എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം. സാധാരണ ഇമാതിരി ഹൈറ്റൊന്നും നമ്മൾ എടുക്കാറില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ നിർബന്ധിതരാകുന്ന സമയത്ത് അത് പറയേണ്ടി വരികയാണ്. എന്തുകൊണ്ട് നിർബന്ധിതനാകുന്നു എന്ന് ചോദിച്ചാൽ അതൊരു പ്രധാനപ്പെട്ട ഒരു ട്രെയ്റ്റ് നമ്മൾ മുന്നിൽ കാണുന്നതുകൊണ്ടാണ്. നമ്മൾ സാധാരണ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, പുൽത്തൊട്ടിയിലെ ചാവാലിപ്പട്ടി എന്നാണ് പറയാറ്. പക്ഷേ അതിൽ ചാവാലി എന്ന വാക്ക് ചേർക്കുമ്പോൾ പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് ആ വാക്ക് തൽക്കാലം ഞാൻ ഒഴിവാക്കി പകരം പുൽത്തൊട്ടിയിലെ പട്ടികൾ എന്ന് മാത്രമാണ് ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി എങ്ങനെ ഞാൻ അറിയാതെ ആ ചാവാലി എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കണം, എന്നെ പഞ്ഞിക്കിടണം. നമ്മളുടെ വിഷയം, നമ്മളെ സമൂഹത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി എന്ത് എന്നും അതെന്തിനു വേണ്ടിയിട്ടാണ് എന്നും വളരെ കൃത്യമായൊരു ബോധ്യം ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുന്നതും അതിനോട് പ്രതികരിക്കുന്നതും, അത് എടുക്കേണ്ടതിന് എടുക്കുന്നു, അതിന് മറുപടി കൊടുക്കേണ്ടതിന് മറുപടി കൊടുക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു രീതി, അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ വന്നു നിന്നുകൊണ്ട് പുറപ്പെടുവിക്കുന്ന ചില വാദങ്ങൾ കാണുമ്പോൾ നമുക്ക് ചില സമയത്ത് ഇതുപോലെയുള്ള എടുക്കാത്ത ഐറ്റംസ് എടുക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഉണ്ടാവുകയാണ്. ആ ഒരു തരത്തിലുള്ളൊരു വിഷയമാണ് നമ്മൾ ഇന്നിവിടെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എടുക്കുന്ന ആ വിഷയത്തിൽ പ്രതിപാദിക്കുന്ന വ്യക്തി ഇത് കാണാനിടയാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ എനിക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഇന്നും സുഹൃത്തുക്കളായിട്ട് തന്നെ തുടരുന്ന ഒരു വ്യക്തിയാണ്. വിശ്വനാഥൻ സി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, സ്വതന്ത്ര ചിന്തകനാണ്, യുക്തിവാദിയാണ്. അദ്ദേഹം വളരെ മികച്ച രീതിയിലുള്ള അവതരണങ്ങൾ നടത്താറുണ്ട്. എൻ്റെ ഒരു ലൈഫ് ഹിസ്റ്ററിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഈ ഹോമിയോപ്പതി വിമർശനം അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ആയ ഒരു ഘട്ടത്തിൽ ഹോമിയോപ്പതി ഡോക്ടർ ആയിരിക്കെ അതിലേറ്റവും മികച്ച പ്രസൻറ്റേഷൻ കണ്ടുകൊണ്ട് അതിൽ അദ്ദേഹം ഒരു സ്റ്റേജിൽ വെച്ചുകൊണ്ട് ഫേക്ക് ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ മദർ ടിങ്ചേഴ്സും അതുപോലെയുള്ള ചില പ്രിപ്പറേഷൻസൊക്കെ ലൈവായിട്ട് എടുത്തു വെച്ച് അത് പരീക്ഷിച്ച് ഒരു ടെസ്റ്റ് ട്യൂബൊക്കെ വെച്ച് പരീക്ഷണം നടത്തി കാണിക്കുന്ന ഒരു വീഡിയോ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. ഒരു സംവാദത്തിൻ്റെ ഇടയിലാണ്. പ്രശോഭ് കുമാർ എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീനിയറുമായിട്ടായിരുന്നു അദ്ദേഹം അന്ന് ആ ഒരു സംവാദം നടത്തിയിരുന്നത്. അങ്ങനെ അവിടെ വെച്ച് അത് കാണിക്കുന്ന ഒരു സംഗതിയൊക്കെ കണ്ട് പിന്നീട് എനിക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ഈ ഒരു ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു കപടശാസ്ത്രം അത് എത്രമാത്രം കപടമാണെന്ന് മാത്രമല്ല, ചതിയിൽ വഞ്ചനയില്ല എന്ന് പറയുന്നത് പോലെ പാടില്ല എന്ന് പറയുന്ന ആ ഒരു തത്വത്തെ പോലും ഹനിക്കുന്ന രീതിയിൽ, അതിനെ കവച്ചു വെക്കുന്ന രീതിയിലാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. മൊത്തത്തിൽ കപടതയാണ്. അതിനകത്ത് തന്നെ ഇതുപോലെയുള്ള മദർ ടിങ്ചേഴ്സും ഇതുപോലെയുള്ള മോഡേൺ മെഡിസിൻ്റെ ചില നിരോധിച്ച ഘടകങ്ങൾ പോലും ചേർത്ത് വെച്ചുകൊണ്ട് അത് ഹോമിയോ മരുന്നാണ് എന്നും പറഞ്ഞ് വിറ്റുകൊണ്ട് എന്നിട്ട് അതിൻ്റെ പേരിൽ ഇവിടെ കച്ചവടം ഉണ്ടാക്കുന്ന ഒരു പ്രവണത, ഇതൊക്കെ അന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് പൂർണ്ണമായ ബഹുമാനം ഇപ്പോഴും ഉണ്ട്, അതിലൊരു കുറവുണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങൾ അത് നമുക്ക് കാണുന്ന സമയത്ത് അതിലെ ചില വിയോജിപ്പുകൾ അദ്ദേഹത്തോട് നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. ആ വിയോജിപ്പുകളുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം നടത്തുന്ന ചില പരാമർശങ്ങൾ അത് സംബന്ധിച്ച് ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് പലതവണ അദ്ദേഹത്തോട് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ട് അതിന് ഇതുവരെ സമ്മതിക്കാത്ത ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. എന്തുകൊണ്ടാണ് ഒഴിഞ്ഞു മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മളാണെങ്കിൽ ഇവിടെ ഇസ്ലാമിസ്റ്റുകളായിട്ട് സംവാദത്തിന് പോകുന്നു, അവരുമായിട്ട് ചർച്ചയ്ക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നു. അതുപോലെ മറ്റ് പല മേഖലയിലുള്ള ആളുകളുമായിട്ട് നമ്മൾ ചർച്ചയും സംവാദം എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയുടെ ഒരു പ്രധാന ഘടകമായതുകൊണ്ട് തന്നെ അത് മാത്രമാണ് നമ്മളെപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഗതി കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നമ്മൾ മുന്നോട്ട് വരും. പക്ഷേ ആ വരുന്ന സമയത്ത് നമ്മൾ അവിടെ അഡ്രസ്സ് ചെയ്യുന്നത് ആശയമാണ് എന്നതുകൊണ്ട് തന്നെ അതിനെ പരമാവധി അതിൻ്റെ പൊള്ളത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ പലപ്പോഴും പല ആളുകൾക്കും ഭാഷ ഇഷ്ടപ്പെടാറില്ല, അല്ലെങ്കിൽ രീതി ഇഷ്ടപ്പെടാറില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ ഓരോ ആളുകളുടെ വ്യത്യസ്തമായ രീതി എന്നതിനപ്പുറത്തേക്ക് അത്തരം അത്തരം കാരണങ്ങൾ ചെറുതോ വലുതോ ആയിക്കോട്ടെ, അത്തരം കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംവാദത്തിനേ ഇല്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്കറിയാം. ഹൈതമിയുമായിട്ടുള്ള സംവാദത്തിനൊടുവിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യം അതാണ്, ഞാൻ വളരെ മോശമായിട്ടായിരുന്നു സംസാരിച്ചത് എന്നുള്ളത്. പക്ഷെ നമുക്കറിയാം ഹൈതമി അവിടെ ഒരു തവണയേ വരുള്ളൂ എന്നുള്ളത് അതിന് മുന്നേ തന്നെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വിഷയത്തിനെ
മാത്രം നിർത്തിക്കൊണ്ട് നമുക്കന്ന് പറയാൻ സാധിച്ചു. പക്ഷേ ഇവിടെ വിശ്വനാഥൻ ഡോക്ടറെ നമ്മൾ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം സംവാദത്തിന് വരില്ല എന്ന് പറയുന്നത് ഇതൊന്നും കൊണ്ടല്ല. അദ്ദേഹം എന്നോട് പറഞ്ഞ കാരണം എന്ന് പറയുന്നത്, ആവർത്തിച്ച് പറഞ്ഞ കാരണം എന്ന് പറയുന്നത്, ഞാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം എന്തിനെയാണോ അഡ്രസ്സ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഐ ആം ദ പാർട്ട് ഓഫ് ദ പ്രോബ്ലം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് താങ്കളുമായിട്ട് ഞാനൊരു പരിപാടിക്കില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഞാനപ്പോൾ ആലോചിച്ച് പോകുന്നത്, ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളായിരുന്നു ഭൂരിപക്ഷം ഇവിടെ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഈ സംഘപരിവാർ ഇവരെ പോലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്നു എന്ന് പറയുന്ന സംഗതി ഒന്ന് ഈ സംഘപരിവാരത്തെ തന്നെയാണ്. സംഘപരിവാരത്തെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ എങ്ങനെയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വാഗ്വാദങ്ങളിലൂടെ അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങളിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്ക് സാധിക്കുക? ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതാണ്, അല്ലെങ്കിൽ ഒരു വശം അതാണ്. അത് നമുക്കിവിടെ ഒരിക്കലും കാണാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെയൊക്കെ വിമർശനങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് പലപ്പോഴും സവർക്കറെ വിമർശിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഗോൾവാർക്കറെ വിമർശിക്കുന്നതായിട്ട് സംഘപരിവാറുകാർ പോലും മറന്ന കാര്യങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് അതാണ് സംഘപരിവാറിനകത്തുള്ളത് എന്ന് അവരെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അധ്യാപനമാണ് സത്യത്തിൽ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും നമ്മൾ കാണേണ്ടി വരികയാണ്. എന്ത് തന്നെ ആയിക്കോട്ടെ, അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പേഴ്സണൽ ചോയ്സാണ് എന്തിനെ വിമർശിക്കണം എന്നുള്ളത്, അത് വിട്ടുകളയുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ അതിൻ്റെ ഭാഗമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് അതുകൊണ്ട് ഞാൻ സംവാദത്തിനില്ല എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയുക, ഒരു പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഴമ്പുമില്ലാത്ത ഒരു ന്യായമാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ആ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളെ തന്നെയാണ് വിളിച്ചിരുത്തിക്കൊണ്ട് നമ്മൾ സംവാദത്തിന് അല്ലെങ്കിൽ സംഭാഷണത്തിന് തയ്യാറാവേണ്ടത് എന്ന് തന്നെയാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. അതാണ് ജനാധിപത്യ രീതിയിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. എന്തുതന്നെയായാലും ഇവിടെ ഇന്നിപ്പോൾ രാവിലെ നേരം വെളുത്തപ്പോൾ മുതൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഫാനോസ് എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് ഇന്നലെ 5-ാം തീയതി നടന്ന ഒരു ഇവൻറ്റ്, സ്വതന്ത്ര ചിന്തകരുടെ ഇടയിൽ അനേകം സംഘടനകളുണ്ട്, അനേകം പരിപാടികൾ നടക്കാറുണ്ട്. ചില സമയങ്ങളിലെങ്കിലും പരിപാടികൾ ഓവർലാപ്പ് ചെയ്ത് പോലും വരാറുണ്ട്. അതൊന്നും നമ്മളൊരു പ്രശ്നമായിട്ട് കാണുന്നില്ല. ഞാൻ പറയുന്നത് ഒരു ദിവസം തന്നെ 5-6 പരിപാടി ആയാലും ഒരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പരിപാടി നടത്താൻ പറ്റുന്ന തലത്തിലേക്ക് ഈ സ്വതന്ത്ര ചിന്താ മേഖല വളരണമെന്നുമാണ് ഞാൻ എപ്പോഴും പറയുക. കാരണം അത് സൂചിപ്പിക്കുന്നത് സ്വതന്ത്ര ചിന്തകരായിട്ട് 5-6 പരിപാടി പാരലലായിട്ട് നടത്താൻ പറ്റുന്ന തരത്തിൽ ഇവിടെ ഒരു ആൾബലം ഇതിനകത്ത് ഉണ്ടായി വരുന്നു എന്നുള്ളത് നല്ലൊരു സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര സംഘടന ഉണ്ടായാലും എത്ര പരിപാടികൾ ഉണ്ടായാലും അതിനോടൊന്നും നമുക്കൊരു വിയോജിപ്പുമില്ല. മാത്രമല്ല, ഈ പരിപാടി ഫാനോസിൻ്റെ കഴിഞ്ഞ വർഷത്തെ 2022 പരിപാടിക്ക് ഞാൻ നേരിട്ട് പോയി അവിടെ കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പരിപാടിയിൽ പോകുന്നതിനോ പോകാതിരിക്കുന്നതിനോ ഒന്നും പ്രത്യേകിച്ചൊരു കാരണവുമില്ല. സൗകര്യപ്പെട്ടാൽ അവിടെ ചെന്നിരിക്കും, പോകും എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടിയിൽ ഇദ്ദേഹം അവതരിപ്പിച്ചൊരു വിഷയമെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അവതരണം അല്ലെങ്കിൽ ഇതിൽ ഞാൻ പരാമർശിക്കുന്ന വ്യക്തിക്ക് വേണ്ടി കൂടിയാണ് പറയുന്നത്. എന്തുകൊണ്ട് താങ്കളെ പരാമർശിക്കുന്നത്, തംബ്നെയിൽ താങ്കളുടെ ഫോട്ടോ ഉൾപ്പെടുത്താനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ പരിപാടിയിൽ താങ്കൾ അവതരിപ്പിച്ച ഒരു വിഷയമുണ്ട്, മുസ്ലിം വിരുദ്ധതയും സ്വതന്ത്ര ചിന്തകരും എന്ന ടൈറ്റിൽ ഇട്ടുകൊണ്ട് ഒരു പരിപാടി. അപ്പോൾ ഈ പരിപാടി അവിടെ അവതരിപ്പിക്കുന്നു, അത് സംബന്ധിച്ചിട്ട് പത്രവാർത്തയിലൊരു സംഗതി എഴുതി വരുന്നു. ഇതാണ് നമ്മൾ വായിക്കാനിടയായത്. ഇന്ന് ഒരുപാട് ആളുകൾ അയച്ചു തന്നുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുവാൻ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇതിനകത്ത് കാണുന്നു, എന്താണ് ഇതിനകത്ത് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ചോദിക്കുമ്പോൾ നമ്മളതിനകത്ത് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് നിർബന്ധിതരാകുന്നു. അതിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പരാമർശം ഇവിടെ നടത്തേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതല്ലാതെ മറ്റേതെങ്കിലും ആംഗിളിലേക്ക് ഇത് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൽ 2 വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നൊരു വാക്ക്, പിന്നെ സ്വതന്ത്ര ചിന്തകരും എന്ന് പറയുന്നൊരു 2 വാക്കുകളാണ്. അതിലേക്ക് നമ്മൾ കിടക്കുന്നു. അപ്പോൾ ഈ വാർത്ത എങ്ങനെയായിരുന്നു? ഫ്രീ തിങ്കേഴ്സ് സെറ്റപ്പ് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ഇസ്ലാമോഫോബിക് പ്രൊപ്പഗാൻഡ ബൈ നിയോ ഏത്തിസ്റ്റ്. ഇതാണ് ഇതിൻ്റെ ടൈറ്റിലായിട്ട് ഇന്ന് വാർത്തയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ അവിടെ 2 കാര്യങ്ങളാണ്. ഒരു ക്യാമ്പയിൻ അവിടെ തുടങ്ങി വെക്കുന്നു. ആര് തുടങ്ങി വെക്കുന്നു? ഫ്രീ തിങ്കേഴ്സ് തുടങ്ങി വെക്കുന്നു. ഓക്കെ, എഗെയിൻസ്റ്റ് വാട്ട്? ഇസ്ലാമോഫോബിക് പ്രൊപ്പഗൻഡ എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു സംഗതിയും അവിടെ ഉണ്ട് എന്ന് ഇദ്ദേഹവും സമ്മതിക്കുകയാണ്. ഓക്കെ, ആരാണിത് ചെയ്യുന്നത്? നിയോ ഏത്തിസ്റ്റുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ആരാണ് ഈ നിയോ ഏത്തിസ്റ്റുകൾ? എന്നെപ്പോലെയൊക്കെയുള്ള ആളുകൾ, വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈപൊക്കാം, എന്നിട്ട് സ്വയം സമാധാനിക്കാം. നിയോ ഏത്തിസ്റ്റ്, നിങ്ങൾക്കൊരു പുതിയ ചാപ്പ കൂടി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു തലക്കെട്ടിൽ ഇങ്ങനൊരു വാർത്ത കാണുന്നു, അതിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നു. കഴിഞ്ഞ വർഷമായിരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് ഞാനും ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരേ വേദിയിൽ തന്നെയാണ് ഇത് നടന്നത് എന്നും കൂടി ഓർക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ വാർത്തയിൽ സൂചിപ്പിച്ച അതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്,
വിശ്വനാഥൻ അല്ലെങ്കിൽ ഡോക്ടർ വിശ്വനാഥൻ്റെ തന്നെ ഈ ഒരു പ്രസംഗം, ഈ ഒരു പ്രഭാഷണത്തെ തന്നെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്നത്. അതിൻ്റെ ടൈറ്റിൽ ഇതാണ്, മുസ്ലിം വിരുദ്ധതയും സ്വതന്ത്ര ചിന്തകരും. അപ്പോൾ ഇതിൽ വാർത്തയിൽ ഇങ്ങനെയൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്: എ ഗ്രൂപ്പ് ഓഫ് ഫ്രീ തിങ്കേഴ്സ് ആർ ഇൻറ്റൻസിഫൈയിങ് ദെയർ ക്യാമ്പയിൻ ടു കൗണ്ടർ വാട്ട് ദേ ടേം ആസ് അറ്റംപ്റ്റ്സ് by certain neo-atheists to propagate Islamophobia in the guise of religious criticism. മതവിമർശനം എന്ന ആ ഒരു മുഖമൂടി അണിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പേരിൽ ഇസ്ലാമോഫോബിയ ഇവിടെ വളർത്തുന്നു. ആര് വളർത്തുന്നു? നിയോ ഏത്തിസ്റ്റുകൾ വളർത്തുന്നു. അതിനെതിരെ വലിയ ഒരു ക്യാമ്പയിൻ, ഒരു കൗണ്ടർ ക്യാമ്പയിൻ ആയിക്കൊണ്ട് ഇവർ ചില കാര്യങ്ങളൊക്കെ എടുത്തുരുട്ടി വെക്കുന്നു. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ തൊഴിൽ വേണമല്ലോ, അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ നിയോ ഏത്തിസ്റ്റുകൾ? ദേ ആർ ദ മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ്സ് വിച്ച് കെയിം ടു ലൈം ലൈറ്റ് ഇൻ ദ ഏർലി 2000s ബൈ വോക്കലി ക്രിറ്റിസൈസിങ് റിലീജിയൻസ്. അതായത് 2000 വരെയുള്ള ഏത്തിസ്റ്റുകളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതവിമർശനം കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് മതവിമർശനം എന്ന് പറയുന്നത് വലിയ വോക്കലി ക്രിറ്റിസൈസിങ് റിലീജിയൻസ്, അത് വളരെ ശക്തിയുക്തം വിമർശിക്കുന്ന രീതിയിലേക്ക് വരുന്ന ഒരു കൂട്ടം യുക്തിവാദികളിവിടെ ഉദയം ചെയ്യുന്നു. അല്ലെങ്കിൽ ഏത്തിസ്റ്റുകൾ, യുക്തിവാദികൾ എന്ന് വിളിക്കുന്നത് തെറ്റാണ്, ഏത്തിസ്റ്റുകൾ ഇവിടെ ഉദയം ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളെയാണ് ഈ വോക്കലി ക്രിറ്റിസൈസിങ് റിലീജിയൻസ്, ആ ഒരു ലെവലിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയാണ് ഇവിടെ നിയോ ഏത്തിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇനി ആക്ടിവിസ്റ്റ് ഓഫ് ദി യുക്തിവാദി സംഘം, ദ ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പ്, യുക്തിവാദി സംഘം അവരെ തന്നെ വിളിക്കുന്നത് ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പ് എന്നാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ യുക്തിവാദികളായിട്ടുള്ള ആളുകൾ പലരും കമ്മ്യൂണിസ്റ്റുകളാണ്, കമ്മ്യൂണിസ്റ്റ് പ്രേമികളാണ്, അതിൻ്റെ ഡിഫൻഡേഴ്സും കൂടിയാണ്. ഹോമിയോപ്പതി പോലെയുള്ള കപടശാസ്ത്രത്തിൻ്റെ വക്താക്കളാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്. സോഷ്യലിസം പോലെയുള്ള സാമ്പത്തിക അന്ധവിശ്വാസങ്ങൾ പിന്തുടരുന്ന ആളുകളാണ്. അതുകൂടാതെ ഇവിടെ ലിബറലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ എതിർക്കുന്ന ആളുകളാണ്. ഏറ്റവും ഒടുവിൽ ലിറ്റ്മസിൻ്റെ വേദിയിൽ അഭിലാഷ് നടത്തിയ ഒരു സംവാദമുണ്ട് നിയോ ലിബറലിസം സംബന്ധിച്ചിട്ട്. അതിനെ എതിർക്കാൻ വേണ്ടി പ്രതിപക്ഷത്ത് വന്നത് ഒരു യുക്തിവാദിയാണ്. ആ ഒരു സംവാദം നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. അതേപോലെ ഇതിനകത്ത് ഓർഗാനിക് ഫാമിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന യുക്തിവാദികളുണ്ട്. അപ്പോൾ യുക്തിവാദി സംഘം എന്ത് എന്നുള്ളത് നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടാൻ അത് ധാരാളമാണ്. പക്ഷേ അവർ ഇപ്പോൾ ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പ് എന്നുള്ള ഒരു പുനർനാമകരണവും അവർ സ്വീകരിച്ചു വരുന്നു. അവരെന്താ ക്ലെയിം ചെയ്യുന്നത്? The activities of neo-atheists were only authenticating the efforts of those who create mistrust and fear about Muslims. ഇതാണ് അവരവിടെ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇങ്ങനെ നിയോ-ഏത്തിസ്റ്റുകൾ എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ കൂട്ടം, വോക്കലി മതവിമർശനം നടത്തുന്ന ഈ കൂട്ടം പുതിയ ഏത്തിസ്റ്റുകൾ അവരെന്ത് ചെയ്യുന്നു? ദേ ആർ ക്രിയേറ്റിംഗ്, അല്ലെങ്കിൽ അവർ ഒതൻറ്റിക്കേറ്റ് ചെയ്യുകയാണ് ദ എഫേർട്സ് ഓഫ് ദോസ് ഹു ക്രിയേറ്റ് മിസ്ട്രസ്റ്റ് ആൻഡ് ഫിയർ അബൌട്ട് മുസ്ലിംസ്. മുസ്ലിങ്ങളെക്കുറിച്ചിട്ട് അരക്ഷിതാവസ്ഥയും അതല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള പേടി ജനിപ്പിക്കുന്ന കാര്യങ്ങൾ, മുസ്ലിങ്ങൾ വലിയ കുഴപ്പക്കാരാണ് എന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ അതിവിടെ ഉന്നയിക്കുന്ന, അത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്ന ആളുകളുടെ ആ എഫേർട്സിനെ അതിനെ ഒതൻറ്റിക്കേറ്റ് ചെയ്യുകയാണ് ആര്? ഈ നിയോ ഏത്തിസ്റ്റുകൾ. ഇതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഇവിടെ നമുക്ക് കാണാം, ആൻറ്റി മുസ്ലിം ഫീലിംഗ്സ് ആൻഡ് ഫ്രീ തിങ്കേഴ്സ് was the name or the theme of a lecture delivered by C. Vishwanathan, an orthopedic surgeon by profession, at FANOS 2023, an event organized by the Sangham, Yuktivadi Sangham in Kozhikode on Sunday. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോസ്റ്റർ ഇവിടെയാണ് പ്രസക്തമാവുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനി എന്തൊക്കെയാണ് വിശ്വനാഥൻ ഡോക്ടർ പറഞ്ഞത്? ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം മിക്കവാറും വിശ്വനാഥൻ ഡോക്ടർക്ക് പറയാനുണ്ടാവുന്ന ഒരു കാര്യം, സാധ്യത എന്ന് പറയുന്നത്, ഞാൻ എന്താ പറഞ്ഞത് എന്ന് തെറ്റിദ്ധരിച്ചതാകാം പത്രത്തിൽ എഴുതിയത്. ഞാൻ പറഞ്ഞത് വീഡിയോ പുറത്തു വരുമല്ലോ എന്നിട്ട് പറഞ്ഞാൽ പോരെ, രണ്ടാമത്തെ ഒരു കാര്യം. അങ്ങനെ പല പല കാരണങ്ങളായിരിക്കാം മുന്നോട്ട് വെക്കാനുള്ളത്. എനിക്കിവിടെ അതിനോടുള്ളൊരു മറുപടി മുൻകൂട്ടിയെ എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്ത് പറയുന്നു എന്നുള്ളതൊരു വശത്തുണ്ട്, ശരിയാണ്. പക്ഷേ നമ്മൾ പറയുന്നത് കേട്ട് വേറൊരാൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളത് മറ്റൊരു വലിയ വസ്തുത തന്നെയാണ്. ആ വസ്തുതയുടെ പിൻബലത്തിലാണ് പല കാര്യങ്ങളും ഇവിടെ അരങ്ങേറുന്നത്. അതിൻ്റെ പിൻബലത്തിലാണ് പല ആളുകളും ആക്ട് ചെയ്യുന്നത് പോലും. അങ്ങനെയിരിക്കെ ഇത് ലൈവായിട്ട് അവിടെ കേട്ട ഒരു റിപ്പോർട്ടർ ആയിരിക്കണമല്ലോ ഇതിനെക്കുറിച്ച് എഴുതിയത്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി കൊടുത്ത എന്തെങ്കിലും കുറിപ്പുണ്ടെങ്കിൽ അതിനെ വെച്ചിട്ടായിരിക്കണമല്ലോ ഇത് ഇവിടെ പത്രത്തിൽ വന്നത്. അപ്പോൾ എന്തു തന്നെയായാലും ഈ റിപ്പോർട്ടർക്ക് ഈ ഒരു പ്രസംഗം അവിടെ ഇരുന്ന് കേട്ടപ്പോൾ മനസ്സിലായ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയത് എന്ന് മാത്രമല്ല, ഏതൊരു സാധാരണ വ്യക്തിക്കും ഇത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകാൻ സാധ്യതയുള്ള സംഗതികളൊക്കെ തന്നെയാണ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ എന്താ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ, ആ എഴുതി വെക്കുന്നതിൽ അബദ്ധങ്ങളുണ്ടെങ്കിൽ, അതിനകത്ത് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ,
വസ്തുതകളല്ലാതെയുള്ള ചില ആകാശത്തേക്കുള്ള വെടിവെക്കലുകൾ അതിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ ഒരു തെളിവിൻ്റെയും പിൻബലമില്ലാതെ നമ്മളെ മനസ്സിലുള്ള എന്തെങ്കിലുമൊക്കെ അജണ്ടകളുടെ പുറത്ത് അതിനെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണ മനഃപൂർവ്വം ജനിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം പുറത്തേക്ക് വരുമ്പോൾ സത്യത്തിൽ അവിടെ ഒരു തരത്തിലുള്ള ഗ്യാസ് ലൈറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഈ ഒരു കുറിപ്പ് വായിക്കുമ്പോൾ നമുക്കത് വളരെ കൃത്യമായിട്ട് അവിടെ മനസ്സിലാവുന്നു. നിങ്ങൾക്ക് തന്നെ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തൊക്കെയാണ് വിശ്വനാഥൻ ഡോക്ടർ അതിനായിട്ട് പോയിൻ്റ് ചെയ്തത് എന്നുള്ളതാണ്. The works of neo-atheists could be compared with what Adolf Hitler did in Germany in the post-World War I years. ലോകമഹായുദ്ധം 1 ശേഷം ഹിറ്റ്ലർ ജർമ്മനിയിൽ ചെയ്തിരുന്ന കാര്യങ്ങളുമായിട്ട് ഉപമിക്കാവുന്നതാണ് എന്ത് നിയോ എത്തിസ്റ്റുകൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഞാനൊരു നിയോ എത്തിസ്റ്റ് ആണെങ്കിൽ ഞാനൊരു കുഞ്ഞ് ഹിറ്റ്ലറാണ് എന്നും കൂടിയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഹിറ്റ്ലർ ചെയ്തത്? ഹിറ്റ്ലർ ഹാഡ് ട്രൈ ടു ക്രിയേറ്റ് ഫിയർ അബൌട്ട് ജൂസ്. ജൂതന്മാരെക്കുറിച്ച് അവിടെ ഭയം ജനിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതാണ് ഹിറ്റ്ലർ ചെയ്ത ഒരു പ്രധാന കാര്യം. In the minds of the German population, saying things such as the former would snatch away the properties of others. അതായത് ഈ ജൂതന്മാരായിട്ടുള്ള ആളുകൾ അവർ ജർമ്മൻകാരുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ആ നാട്ടിലുള്ള കാര്യങ്ങൾ, വിഭവങ്ങൾ അപഹരിക്കും എന്ന ഒരു ഭയം ജർമ്മൻകാരുടെ മനസ്സിൽ ജനിപ്പിക്കുന്നതിനായിരുന്നു ഹിറ്റ്ലർ അവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് അവിടെ എഴുതി വെക്കുന്നത്. ഇനി in the same way, the neo-atheists had been trying to create a fear about Muslims in India. സമാനമായ രീതിയിൽ നിയോ എത്തിസ്റ്റുകൾ മുസ്ലിങ്ങളെക്കുറിച്ച് ഇന്ത്യക്കാരുടെ ഇടയിൽ ഒരു ഭയം ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് വിശ്വനാഥൻ ഡോക്ടർ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, Dr. Vishwanathan said, for the purpose they were found to be using fake tweets and unauthorized texts on the internet. ഈ തരത്തിൽ ഭയം അവിടെ ഉളവാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അൺഓതറൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ട്വീറ്റ്സും അതല്ലെങ്കിൽ ടെക്സ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നു ഇൻ്റർനെറ്റിൽ. ഇതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെ ബാക്കി വിശദീകരണവും നമുക്ക് പറയാനുള്ള പ്രതികരണമൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. He pointed out that even unverified comments by certain people were being highlighted as authentic information to tarnish Muslims. The Sangam functionary said that such a propaganda was being unleashed at a time when the Bharatiya Janata Party, BJP, the ruling party in India, do not have any elected members in parliament or in state assemblies from the Muslim community, which constitutes around 20% of the country's population. ഇതുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് കുറേ കാര്യങ്ങൾ പറഞ്ഞു, മുസ്ലിങ്ങളെക്കുറിച്ച് ഭയം ജനിപ്പിക്കുന്നു, അതിന് വേണ്ടിയിട്ട് അൺഓതറൈസ്ഡ് ഫേക്ക് ട്വീറ്റ്സും ടെക്സ്റ്റും ഒക്കെ ഇൻ്റർനെറ്റിൽ ഉപയോഗിക്കുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞു, മുസ്ലിങ്ങളെ ടാർണിഷ് ചെയ്യുന്നു. ഇതിനെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം അവസാനമായിട്ടൊരു ആണി കൂടി അടിക്കുന്നുണ്ട്. ആ ആണി ഇതാണ്. ഇതെല്ലാം നടക്കുന്നത് എപ്പോഴാണ്? നമ്മളുടെ BJP ഇവിടെ റൂളിംഗ് പാർട്ടി, ആ പാർട്ടിയുടെ കീഴിൽ ഇവിടെ മന്ത്രിസഭകൾ ഉണ്ടാകുന്നതിൽ 20% മുസ്ലിങ്ങൾ ഉണ്ടായിട്ട് പോലും അതിനകത്ത് മതിയായ എണ്ണം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അതിനകത്ത് നേതൃസ്ഥാനത്തേക്ക് വരുന്നില്ല, MP ആയിട്ടോ MLA ആയിട്ടോ വരുന്നില്ല. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു ആരോപണം. ഇതിൻ്റെയൊക്കെ മറുപടി അവസാനമായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് വാർത്ത. അതിൻ്റെ അവസാനത്തെ ഒരു പാരഗ്രാഫും കൂടി ഇങ്ങനെയാണ്. They alleged that the neo-atheists were often found to be presenting dry facts without any context or social commitment. നമ്മൾ, അതായത് നിയോ എത്തിസ്റ്റുകൾ, കുഞ്ഞ് ഹിറ്റ്ലർമാർ, അവരെന്തും കൂടി ചെയ്യുന്നുണ്ട്. അവർ ഡ്രൈ ഫാക്ട്സ്, അത് ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ, ഇടത്തോട്ടും വലത്തോട്ടോ നോക്കാതെ, അത് കോണ്ടെക്സ്റ്റോ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോ ഇല്ലാതെ വസ്തുതകൾ പറയുന്നു, വസ്തുതകൾ എടുത്ത് വെക്കുന്നു. ഇതും കൂടിയാണ് ഒരു വലിയ പരാതി. ഇതൊക്കെയാണ് നമ്മളെക്കുറിച്ചുള്ള പരാതികൾ. ഇനി ഇതിൻ്റെ ചില വശങ്ങൾ. അപ്പം നമ്മളിത് കേൾക്കുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലൂടെ വരുന്നു. നമ്മൾ ചിന്തിക്കുകയാണ്, ഓക്കെ ഇതെന്താ ഇങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആളുകൾ കൊണ്ടുവന്നിട്ട് ആരിഫ് സർ എന്നൊക്കെയാണല്ലോ വിളിക്കാറ്. അങ്ങനെ വിളിച്ചിട്ട് പറയുകയാണ്, ഇതെന്താ ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഇതെന്താ ഇങ്ങനെ, നിങ്ങൾ ഇങ്ങനെയാണോ, മുസ്ലിങ്ങളെക്കുറിച്ചാണോ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അതിനോട് മറുപടി പറയേണ്ടി വരും. അപ്പോൾ ഇന്ന് ഞാനിട്ട മറുപടി ഇതാണ്. പല കാര്യങ്ങൾ പറഞ്ഞതിൽ പ്രധാനമായിട്ട് പ്രധാന കാര്യങ്ങൾ ഇതാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മളിവിടെ വായിച്ച കാര്യം, അതായത് the Sangam functionary said that such a propaganda was being unleashed at a time when the Bharatiya Janata Party, ഇത്രയധികം മുസ്ലിങ്ങൾ ഉണ്ടായിട്ടും അവിടെ അവരുടെ നേതൃസ്ഥാനങ്ങളിലേക്ക് MP ആയിട്ടോ MLA ആയിട്ടോ മുസ്ലിങ്ങൾ ഇവിടെ വന്നിട്ടില്ല 20% എന്നുള്ളതാണ് ഒന്നാമത്തെ പരാതി. അപ്പോൾ
എൻ്റെ ഒന്നാമത്തെ പ്രതികരണമായിട്ട് എനിക്കത് അവിടെ പറയാനുള്ളത് ഇതാണ്. അതായത് ഇവിടെ മുസ്ലിങ്ങളെ ടാർണിഷ് ചെയ്യുന്നു, അങ്ങനെ ടാർണിഷ് ചെയ്യുന്ന ആളുകൾക്ക് അത് ലെജിറ്റിമൈസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ അത് ആ എഫേർട്ട് നമ്മൾ കൂടുതൽ എളുപ്പമാക്കി കൊടുക്കുന്നു. ഇതാണല്ലോ നിയോ എത്തിസ്റ്റുകളെ കുറിച്ചുള്ള ഒരു ആരോപണം. അങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന ആ ആളുകൾ, ഇവരുടെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഈ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് BJP ആണ് എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിൽ MLA MP ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചോദിക്കുന്നത്, സപ്പോസ് ഇവിടെ ന്യൂനപക്ഷ മോർച്ച എന്ന് പറഞ്ഞിട്ട് BJPയുടെ തന്നെ ഒരു ഫാക്ഷൻ ഇവിടെ ഉണ്ട്. അതിൻ്റെ കീഴിൽ ആ ഒരു ഘടകം അവിടെ ശക്തിപ്പെടുന്നു. ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ BJPയുടെ അവിടുത്തെ സെക്രട്ടറിയും പ്രസിഡൻ്റൊക്കെ മുസ്ലിങ്ങളാണ്, കാക്കമാർ തന്നെയാണ്. BJP അവിടെ ലക്ഷദ്വീപിൽ ചെറിയൊരു പാർട്ടിയാണ്, അത്ര വലിയ റോളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അവിടെയും ഉണ്ട്, അതിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻ്റൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണ്. അങ്ങനെ അവിടെ നിന്നുമൊക്കെ ഒരു മുസ്ലിമായിട്ടുള്ളൊരു MPയോ MLAയോ ഒക്കെ വന്നാൽ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് വന്നാൽ, ഇന്ത്യയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നാൽ, നിങ്ങൾ ഇന്ന് ഈ ഉന്നയിക്കുന്ന പ്രശ്നം, അതായത് BJP മുസ്ലിങ്ങളെ ടാർണിഷ് ചെയ്യുന്നു, BJP മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നു, BJP മുസ്ലിങ്ങളെ ഇപ്പം ശരിയാക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന ടീമാണ്, അവർ ജൂതന്മാരെ കുറിച്ച് ഹിറ്റ്ലർ ചെയ്ത പോലെ ഇന്ത്യക്കാരുടെ എല്ലാ സാധനവും അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വരുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന ധാരണ നിങ്ങൾ വെച്ച് പുലർത്തുന്നത് തിരുത്താൻ തയ്യാറാകുമോ എന്നതാണ് എൻ്റെ ഒരു ചോദ്യം. അങ്ങനെ തയ്യാറാകും എന്നുണ്ടെങ്കിൽ അതിലൊരു സത്യസന്ധത ഞാൻ പ്രതീക്ഷിക്കുകയാണ്, അത് അവിടെ അംഗീകരിക്കുകയും ചെയ്യും. പക്ഷെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്താണ്? അതല്ല എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ BJP ഇങ്ങനെ നിലനിൽക്കണം, എന്നാലേ നിങ്ങളുടെ വാദങ്ങൾക്ക് പോലും നിലനിൽപ്പുള്ളൂ എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അതാണ്. കാരണം എന്താ? നിങ്ങൾ പറഞ്ഞു വെക്കുന്ന സംഗതി അത് അവാസ്തവമാണ് എന്ന് ഇന്ന് ചുമ്മാ ഇരുന്നിട്ട് വെറുതെ ഗൂഗിൾ അടിച്ച് നോക്കിയാൽ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും. അതാണ് നമുക്കിവിടെ പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യവും അതിലേക്ക് തന്നെയാണ് വരുന്നത്. അതായത് ഇവിടെ ഇദ്ദേഹം ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞു. അൺവെരിഫൈഡ് ആയിട്ടുള്ള, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റും ട്വീറ്റ്സൊക്കെ ഉപയോഗിക്കുന്നു, നമ്മൾ മുസ്ലിങ്ങളെ കരിവാരി തേക്കുന്നു, ഇതുപോലുള്ള പല കാര്യങ്ങളും പറയുന്നു. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ ഓപ്പണായിട്ട് അവിടെ എഴുതി ചോദിച്ച കാര്യം വീണ്ടും പറയുകയാണ്. അങ്ങനെ നമ്മൾ ചെയ്തു എന്നതിന് ഒരു തെളിവ്, മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണ്, അവരെ നമ്മൾ സൂക്ഷിക്കണം എന്ന് പച്ചയ്ക്ക് പറഞ്ഞു എന്നതിനുള്ള തെളിവ് ഒരെണ്ണം കാണിച്ചു തന്നാൽ ഞാൻ ഈ പണി നിർത്തും എന്നുള്ളത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത് പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, കാക്കമാരുടെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം എന്താ? നമ്മൾ ഈ ഇസ്ലാമിനെ, ഇദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ, നിയോ എത്തിസ്റ്റുകളുടെ പ്രധാന പണി എന്ന് പറയുന്നത് മതവിമർശനം വോക്കലി നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് കൂടുതലായിട്ട് കാണുന്ന സമയത്ത് അതിൽ പരിക്ക് പറ്റിയിട്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് വിശ്വാസികൾ തന്നെയാണ്. അങ്ങനെയുള്ള വിശ്വാസികളുടെ ഏറ്റവും വലിയ ഒരു പരാതി എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വാസികളെയാണ്, വിശ്വാസികളുടെ വ്രണം പൊട്ടിക്കുന്നു, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നില്ല, അവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾ മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ വിശ്വാസികളെ നിങ്ങൾ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മൾ അവരോട് പറയാറുണ്ട്, ഇല്ല സുഹൃത്തുക്കളെ, നമ്മൾ പറയുന്നത് കൃത്യമായ കിതാബിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും അങ്ങനെ ഉള്ള വിമർശനങ്ങൾ കേൾക്കാനിട ആയതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഇന്ന് ഞാനൊക്കെ ഇരുന്നിട്ട് ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയായ ഞാൻ ഇന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ട്രാൻസ്ഫോം ചെയ്തതെന്ന് ഞാൻ എവിടെ വേണമെങ്കിലും വിളിച്ചു പറയും. അങ്ങനെ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നു എന്നുള്ളത് പറഞ്ഞ് ഞാനും അടുത്തിരിക്കുന്നതാണ്, കേട്ട് നിങ്ങളും അടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഭാര്യ ഒളിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും കാക്കമാർ കളിയാക്കുന്നത് നിങ്ങൾക്ക് കാണാം. അവരോട് പറഞ്ഞു മടുത്ത് എൻ്റെ ഈ സ്വഭാവം കാരണമാണ് പോയി എന്നാണ് പറയാറ്. സത്യത്തിൽ അതല്ല. എൻ്റെ ഭാര്യ ഒളിച്ചു പോകാനുള്ള കാരണം, ഭാര്യയെ ഞാൻ തഞ്ചത്തിൽ ഒന്ന് പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് അവളുടെ കട്ടിലിൽ വെച്ച് ഞാൻ എൻ്റെ അടിമ സ്ത്രീയുമായിട്ട് അവിടെ ചില പണികളൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ പെട്ടെന്ന് എന്തോ ഒരു പ്രശ്നം മണത്ത് തിരിച്ചു വന്നപ്പോൾ എന്നെ കയ്യോടെ പിടികൂടി. അങ്ങനെയാണ് ഭാര്യ ഒളിച്ചുകൂടി പോയത്, അല്ലെങ്കിൽ ഭാര്യ വിട്ടിട്ട് പോയത്, അല്ലാതെ വേറൊന്നുമല്ല. ഇത് പറഞ്ഞു അടുത്തതാണ്, എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ പോലും നമ്മൾ നേരിടുന്ന സമയത്താണ് നമ്മളെ വന്നിട്ട് ഇതുപോലെയുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾ ഇവിടെ മുസ്ലിങ്ങളെ പ്രശ്നക്കാരാക്കി മാറ്റുന്നു, അവരെ നിങ്ങൾ അപരവൽക്കരിക്കുന്നു, BJP അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നിങ്ങൾ കൂട്ടുനിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണമായിട്ട് അവിടെ മുന്നോട്ട് വരുന്നത്. ഞാനിപ്പോഴും പറയുകയാണ്, നമ്മൾ അങ്ങനെ മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണ് എന്ന് പറഞ്ഞതിനുള്ള ഒരു തെളിവ് കാണിച്ചാൽ വിശ്വനാഥൻ ഡോക്ടറോട് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, ഒരെണ്ണം നിങ്ങൾ കാണിച്ചെന്നാൽ മതി, ഈ പണി ഞാൻ നിർത്തുമെന്നുള്ളത് ഇവിടെ വെറുതെ പറയല്ല.
നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ട് കഴിയില്ല എന്നുള്ളതും കൂടി ഞാനിവിടെ പറഞ്ഞിട്ട് നമുക്ക് ചില കാര്യങ്ങളിലേക്ക് കടക്കാം. ഇവിടെ തൊട്ട് മുന്നേ കണ്ട ഈ സംഗതികൾ ഇത് വെച്ചിട്ട് ഞാൻ ഫേസ്ബുക്കിൽ നിന്നൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ പ്രതികരണം ഓൺ ദ സ്പോട്ട് തന്നെ വന്നു. ഒന്നാമത്തെ പ്രതികരണം എന്ന് പറയുന്നത്, അതായത് താങ്കൾക്ക് എല്ലാവിധ ആശംസകളും. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം മോർച്ചയിൽ ഞാൻ കയറി, അതിനകത്ത് ന്യൂനപക്ഷ മോർച്ചയുടെ ഭാഗമായിക്കൊണ്ട് ഇവിടെ ഒരു MP വന്നു എന്ന് തന്നെ കൂട്ടുക, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാനൊരു MP ആയി അല്ലെങ്കിൽ MLA ആയി എന്ന് തന്നെ കൂട്ടുക, ഇദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നം തീരുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇനി ആ സമയത്ത് പറയുമ്പോൾ അതെ അവൻ സംഖ്യയായി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ നേരം വേറെ അതും പറയാൻ നിൽക്കരുത് എന്ന് ഞാൻ വാൺ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, നമ്മുടെ ഒരു പഴയ കൂട്ടുകാരൻ ഇതുപോലെ ഒരു MP യോ MLA ഒക്കെ ആവുന്നതിൽ നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ശരി, നമ്മൾ സമ്മതിക്കുന്നു. ആ പോയിൻ്റ് അവിടെ ക്ലിയറാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ BJP മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നു എന്നൊരു പ്രശ്നം പോലും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അവിടെ എഴുതി ചോദിച്ചൊരു കാര്യമുണ്ട്. അതായത് ഈ പോസ്റ്റിൽ ഇവർ പറയുന്നുണ്ട്, അതായത് കുറേ കാരണങ്ങൾ മുസ്ലിങ്ങളെ ടാർണിഷ് ചെയ്യുന്നു എന്നുള്ള ആ വെല്ലുവിളി, അത് ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇതുപോലെയുള്ള ഫാക്ട്സ്, ഇങ്ങനെ നമ്മൾ പറയുന്ന വസ്തുതകൾ, അത് കോണ്ടെക്സ്റ്റോ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോ ഇല്ലാതെ പറയുന്നു, അത് അൺവെരിഫൈഡ് ആയിട്ടുള്ള സംഗതികൾ പറയുന്നു, അത് ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ അവരെ ലെജിറ്റിമൈസ് ചെയ്യുന്ന രീതിയിലേക്ക് ഉള്ള അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന് ഒരു തെളിവ് കാണിച്ചു തരാൻ പറ്റുമോ? അതുപോലെ തന്നെ നമ്മൾ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് കോണ്ടെക്സ്റ്റോ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോ ഇല്ലാതെയാണ് എന്നുള്ളതിന് ഒരു തെളിവ് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, പത്രവാർത്തയിലെ താങ്കൾ ഉദ്ധരിച്ച വാചകം അത് എൻ്റെ വാചകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തടിയൂരുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ലേഖകൻ്റെ വാചകമാണത്, ഞാൻ അങ്ങനെ പറഞ്ഞു എന്നല്ലല്ലോ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സംഘം സംഘടിപ്പിക്കുന്ന പരിപാടി, യുക്തിവാദി സംഘം സംഘടിപ്പിക്കുന്ന പരിപാടി, അതിൻ്റെ വക്താവായിക്കൊണ്ട് മുസ്ലിം വിരുദ്ധതയും സ്വതന്ത്ര ചിന്തകരും എന്ന ടൈറ്റിലിട്ട് പ്രസംഗം നടത്തിയിട്ട് അത് കേട്ടിട്ട് ഒരു പത്രവാർത്ത എഴുതിയപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കിയ സംഗതി എഴുതി വെച്ചത് കേട്ടിട്ട് അത് അവിടെ ഉദ്ധരിച്ച് എഴുതിയപ്പോൾ ഇദ്ദേഹം പറയാണ്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ നാക്കുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു മാറുകയാണ്. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു, അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പക്ഷെ അപ്പോൾ ചോദ്യം തിരിച്ചു വരികയാണ്. എന്താണ് ആ ചോദ്യം? ആ പത്രത്തിൽ എഴുതിയിരിക്കുന്ന വാചകം ഉണ്ടല്ലോ, അതായത് നിയോ ഏത്തീസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഡ്രൈ ഫാക്ട്സ് പ്രസൻറ്റ് ചെയ്യുന്നു വിത്തൗട്ട് കോണ്ടെക്സ്റ്റ് ഓർ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സംഗതി, അത് തിരുത്താൻ തയ്യാറാണോ എന്നുള്ളൊരു ചോദ്യം. അതല്ലെങ്കിൽ നിയോ ഏത്തീസ്റ്റുകൾ ഡ്രൈ ഫാക്ട്സ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് വിത്ത് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് വിത്ത് കോണ്ടെക്സ്റ്റ് എന്ന് താങ്കൾ സമ്മതിക്കുമോ എന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിട്ട് നേരം വെളുത്തപ്പം മുതൽ ചോദിക്കുന്നതാണ്. ഇതുവരെ ഉത്തരം തന്നിട്ടില്ല, തരാനും പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത് പറഞ്ഞാൽ ഒന്നുകിൽ അത് അദ്ദേഹം സമ്മതിക്കണം. അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ റിപ്പോർട്ടർ എഴുതിയതാണ്, ഞാൻ എഴുതിയതല്ല എന്ന് പറയുന്നതിൽ ഒരു കഴമ്പുമില്ല. ആരെഴുതിയാലും ആ ആശയത്തോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം, അല്ലാതെ ആരെ പേന കൊണ്ട് എഴുതി എന്നുള്ള ചോദ്യമല്ല. ഇതൊക്കെ പറഞ്ഞ് ഒഴിയുക എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ കാണിക്കുന്ന ചെറിയ മുടന്ത് ന്യായങ്ങളായിട്ടേ നമുക്കതിനെ കാണാൻ കഴിയൂ. നമ്മുടെ ചോദ്യം ഇതാണ്, ആരെഴുതിയെന്നോ, ആരുടെ പേന കൊണ്ടാണ് എഴുതിയെന്നോ, സ്ക്രൈബിനെ വെച്ചാണ് എഴുതിയതെന്നോ, അതല്ലെങ്കിൽ ടൈപ്പ് ചെയ്തതാണോ, ഇതൊന്നുമല്ല നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ ആശയം തെളിയിക്കാനുള്ള ആർജവമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാചകം അതിലെഴുതിയിരിക്കുന്ന ആശയത്തോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ? യോജിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് കാണിക്കാൻ സാധിക്കുമോ ഇല്ലേ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. യോജിക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ എന്താണ് പ്രശ്നം? ഈ നിയോ എത്തിസ്റ്റുകൾക്ക് മാത്രം എന്താണ് ഇവിടെ ഒരു കൊമ്പുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെറുതെ പറഞ്ഞു പോയാൽ പറ്റില്ല, അതിനുള്ള തെളിവ് കാണിക്കണം. അങ്ങനെ തെളിവ് കാണിച്ചുകൊണ്ട് എൻ്റെ കട പൂട്ടിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതാണ് ഇവിടുത്തെ വെല്ലുവിളി. അതല്ലാതെ വെറുതെ ഇത്തരത്തിലുള്ള ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുക, ഇങ്ങനെ ഒരു കുറിപ്പിട്ട് അത് എൻ്റെ വാചകമല്ല എന്നൊക്കെ പറഞ്ഞ് മാപ്പാക്കണമെന്നൊരു ധ്വനി അതിനകത്ത് വെക്കുമ്പോൾ ഞാനതിനെ കാണുന്നത് നമ്മുടെ ഷൂ നക്കൽ നടപടിയായിട്ട് തന്നെയാണ് കാണുക. ഷൂ നക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷേ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. കാരണം നമ്മുടെ പൂജനീയ സവർക്കർജി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൊരു കാര്യമാണ്, അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഷൂ നക്കാമെന്ന് തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും നമുക്ക് ഇദ്ദേഹം ഒരു ഗത്യന്തരമില്ലാതെ ഷൂ നക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത് കാണുമ്പോൾ അതെൻ്റെ വാചകമല്ല എന്ന് പറയുമ്പോൾ അവിടെ അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അദ്ദേഹം അവിടെ പറയേണ്ടിയിരിക്കുന്നു മുസ്ലിം വിരുദ്ധതയും ഇതുപോലെയുള്ള ഒരു സ്വതന്ത്ര ചിന്തയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത്
ഈ വാചകം അദ്ദേഹത്തിൻ്റെ സംഘം, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘം അങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് ഇദ്ദേഹത്തിന് യോജിപ്പുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ട ഒരു ബാധ്യത ഇദ്ദേഹത്തിനുണ്ട്. ഉണ്ടെങ്കിൽ അതിന് തെളിവ് കാണിക്കേണ്ടതുണ്ട്, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടി നിർത്തേണ്ടതുണ്ട് എന്നും കൂടിയാണ് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഈ പരിപാടി നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ താങ്കൾക്ക് യോജിപ്പില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയാനെങ്കിലും തയ്യാറാവണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയില്ല. അവർ അത്യാവശ്യം കമ്മിറ്റ്മെൻറ്റും അവർ അത്യാവശ്യം കോണ്ടെക്സ്റ്റൊക്കെ നോക്കി തന്നെയാണ് കേട്ടോ പറയുന്നത്. അത് നമ്മൾ പറയരുത് എന്നെങ്കിലും പറയാൻ ഇവിടെ വിശ്വനാഥ് ഡോക്ടർ തയ്യാറാകണം. കാരണം എന്താ, ഇവിടെ ഞാൻ മാത്രമൊന്നുമല്ല ഈ മതവിമർശനം. ഇപ്പോൾ ഇസ്ലാമിൻ്റെ പ്രശ്നമാണല്ലോ ഇവിടെ പറയും, മുസ്ലിം വിരുദ്ധത എന്ന് പറയുമ്പോൾ ഇസ്ലാം തന്നെയാണ് അവിടെ പ്രശ്നം. അവിടെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന ആ ഒരു വിഷയം മതവിമർശനം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നടത്തുന്നത് നിയോ എത്തിസ്റ്റുകൾ മാത്രമാണോ? അല്ല. ഇപ്പോൾ ഈ പോസ്റ്ററിൽ തന്നെയുള്ള രണ്ട് വ്യക്തികൾ, ഒന്ന് ലിയാഖത്ത് അലി, രണ്ട് ജബ്ബാർ മാഷ്, ഈ രണ്ട് പേരും മതവിമർശനം പച്ചയായിട്ട് നടത്തുന്ന ആളുകളാണ്. ജബ്ബാർ മാഷൊക്കെ എല്ലാ ദിവസവും ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ പല ആംഗിളിൽ കാര്യങ്ങൾ വളരെ മികച്ച രീതിയിൽ ഇസ്ലാമിൻ്റേതായിട്ടുള്ള വിവിധ വശങ്ങൾ ഇവിടെ പുറത്തെത്തിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. നമ്മളൊക്കെ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രഭാഷകനാണ്. ലിയാഖത്തിൻ്റെ പ്രഭാഷണങ്ങൾ നമ്മൾ മിക്കവാറും ചിലപ്പോൾ കേൾക്കേണ്ടി വരാറുണ്ട്. പല ഉസ്താദുമാരായിട്ട് പൊരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, ഇപ്പോഴും കേൾക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ കേട്ടത് നമ്മളുടെ ഫൈസിനെ കുറിച്ചൊക്കെയുള്ള ചില കാര്യങ്ങൾ, അതുപോലെ പേരോട് ഉസ്താദിൻ്റെ, ഫൈസി അല്ല പേരോട് ഉസ്താദിൻ്റെ ചില കാര്യങ്ങൾ ഒക്കെ വച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ ചോദിക്കുന്നത്, മതവിമർശനം നടത്തുന്ന ആളുകൾ മുഴുവൻ അത് നിയോ എത്തിസ്റ്റുകളാണ് എന്ന് താങ്കൾ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന ആ കൂട്ടത്തിൽ ജബ്ബാർ മാഷും ലിയാഖത്തും പെടുന്നുണ്ടോ ഇല്ലേ? ഇതും കൂടിയാണ് എനിക്ക് അറിയേണ്ടതുള്ളൂ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നടത്തുന്ന മതവിമർശനവും അവർ നടത്തുന്ന മതവിമർശനവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നും കൂടി അറിയണം. അതും നമുക്കൊന്ന് അറിയേണ്ട ഒരു ബാധ്യത ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതുപോലെ ഉണ്ടയില്ല വെടികളായിട്ടോ അതല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ട് സംഭാഷണത്തിന് തയ്യാറാകണമെന്ന് പറയുമ്പോൾ അതിനൊന്നും സാധിക്കാതെ ഒഴിഞ്ഞു മാറുന്ന ഈ നിലപാടിനെ എനിക്ക് എൻ്റെ സവർക്കർജി കാണിച്ച അതേ ഷൂ നക്കൽ പരിപാടിയായിട്ട് മാത്രമേ എനിക്ക് അതിനെ താരതമ്യം ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതൊന്നും ഇവിടെ പറയുകയാണ്. ഇനി മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്ന സംഗതി, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സംഗതി, എനിക്ക് ഈ പരിപാടിയുടെ ടൈറ്റിലായിക്കൊണ്ട് അദ്ദേഹം ഇട്ട മുസ്ലിം വിരുദ്ധതയും സ്വതന്ത്ര ചിന്തകരും എന്ന് പറയുന്നൊരു സംഗതി അതിട്ടിട്ട് ആ വാർത്തയിൽ ഉടനീളം പറഞ്ഞ വാക്ക് എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നു എന്നുമാണെന്ന് വരുമ്പോൾ അതിൽ നിങ്ങൾ കണ്ടു കാണും, വേണമെങ്കിൽ ഒന്ന് റീവൈൻഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. അതായത് ഇതിൽ കണ്ടു, അറ്റംപ്റ്റ്സ് ബൈ സർട്ടൻ നിയോ എത്തീസ് ടു പ്രൊപ്പഗേറ്റ് ഇസ്ലാമോഫോബിയ ഇൻ ദ ഗൈസ് ഓഫ് റിലീജിയസ് ക്രിറ്റിസിസം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യം ഇദ്ദേഹത്തിൻ്റെ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് മുസ്ലിം വിരുദ്ധത എന്നാണ്. ഈ പത്രവാർത്തയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഇസ്ലാമോഫോബിയ എന്ന വാക്കാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ഒരു കാര്യം ഇവിടെ മനസ്സിലാവുന്നത്, വിശ്വനാഥൻ ഡോക്ടർക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയ ധാരണ പെശകുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് അദ്ദേഹം അംഗീകരിക്കുകയോ ചെയ്തോട്ടെ. കാരണം നമ്മളിവിടെ ഇപ്പോൾ NRC നോൺ റിലീജിയസ് സിറ്റിസൻസ് എന്നുള്ള രീതിയിൽ നമ്മളുടെ സംഘടനയും, അതുകൂടാതെ ഞാൻ മുന്നേ ഉണ്ടായിരുന്ന സംഘടന എക്സ് മുസ്ലിംസ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് സംയുക്തമായിട്ട് നടത്തിയ ഒരു പരിപാടിയുടെ പോസ്റ്റർ പണ്ട് ഇതേപോലെ എടുത്തു വെച്ചുകൊണ്ട് ഇന്നിവിടെ മുന്നിൽ വെക്കാൻ കഴിയാണ്. അതിലെന്താ എഴുതിയിരിക്കുന്നത്? ഡിക്ലയറിംഗ് March 16th ആസ് ഇൻ്റർനാഷണൽ ഡേ ഫോർ എക്സ്പോസിങ് ഇസ്ലാമോഫോബിയ ആൻഡ് കൊമ്പാറ്റിംഗ് മുസ്ലിമോഫോബിയ. എന്താ അതിൻ്റെ അർത്ഥം? ഒന്ന്, ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനെക്കുറിച്ചുള്ള അകാരണമായ ഭയം. രണ്ട്, മുസ്ലിമോഫോബിയ, മുസ്ലിങ്ങളെക്കുറിച്ചുള്ള അകാരണമായ ഭയം. ഇത് രണ്ടുമാണ് നമ്മൾ അവിടെ എടുത്തു വച്ചിരിക്കുന്ന രണ്ട് വാക്കുകൾ. ഒരു കാര്യം ഇവിടെ വ്യക്തമായത് എന്താണ്? ഈ മുസ്ലിമോഫോബിയ, മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്ന സംഗതിയെ ഇദ്ദേഹം ഇസ്ലാമോഫോബിയ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. അതിൻ്റെ അർത്ഥം ഈ രണ്ട് സാധനം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കാര്യമായ ധാരണ പെശക് വിശ്വനാഥൻ ഡോക്ടർക്കുണ്ട്. വിശ്വനാഥൻ ഡോക്ടർക്ക് ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്, രണ്ടും രണ്ടാണ്. മുസ്ലിം വിരുദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അകാരണ ഭയം തന്നെയാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭയം അത് അകാരണമല്ല, ഫോബിയയല്ല, ഇസ്ലാമോഫ്രൈറ്റ് എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. അത് കാരണമുള്ള ഭയം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ചില തരത്തിലുള്ള വിരുദ്ധ പ്രചരണങ്ങളും മുസ്ലിങ്ങളെ പ്രശ്നക്കാരായി കൊണ്ട് ചിത്രീകരിക്കുന്ന പല ആക്ടിവിറ്റീസും ഉണ്ടാകുമ്പോൾ അതിനെ മുൻപിൽ നിന്നുകൊണ്ട് വിമർശിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അങ്ങനെ വിമർശിക്കുന്ന ഒരു സംഘടനയുടെ പ്രസിഡൻ്റാണ് ഇരുന്നിട്ട് പറയുന്നത്, നമ്മൾ വളരെ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി പറയുന്ന കാര്യമാണ് കൊമ്പാറ്റിംഗ് മുസ്ലിമോഫോബിയ എന്ന് തന്നെ, എക്സ്പോസിങ് ഇസ്ലാമോഫോബിയ ആൻഡ് കൊമ്പാറ്റിംഗ്
മുസ്ലിമോഫോബിയ. എല്ലാ മാർച്ച് 16-ാം തീയതി നമ്മളിത് ചെയ്യുന്നു. മാർച്ച് 16 എന്ന് പറയുന്നത് ഫാറൂഖ് മതവിമർശനം നടത്തിയെന്നതിൻ്റെ പേരിൽ, കടവുള്ളില്ലേ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവിടെ ഇസ്ലാമിക തീവ്രവാദികളുടെ കൈകൊണ്ട് കോയമ്പത്തൂർ കൊല്ലപ്പെട്ട ദിവസം കൂടിയാണ് മാർച്ച് 16 എന്ന് പറയുന്നത്. എന്തുകൊണ്ട് മാർച്ച് 16-ന് മറ്റൊരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, മാർച്ച് 15-ന് സാമ്പത്തികമായിട്ട് അവിടെ കുഴിയിലേക്ക് പോയിരിക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ടുണ്ടായിരുന്ന ഇമ്രാൻഖാൻ ഇവിടെ തൊട്ടിപ്പോൾ ജയിലിലാന്ന് തോന്നുന്നു, ആ പോകുന്നതിനൊക്കെ മുന്നേ ആയിക്കൊണ്ട് ഒരു രക്ഷയുമില്ലാതിരിക്കുന്ന സമയത്ത് ഈ മത കാർഡ്, ഈ വർഗീയ കാർഡ് കളിച്ചുകൊണ്ട് ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു തുരപ്പൻ പണിയുടെ ഭാഗമായിട്ട് UN ജനറൽ അസംബ്ലിയിൽ നടത്തിയെടുത്ത ഒരു റെസൊല്യൂഷൻ, ആ റെസൊല്യൂഷൻ്റെ ഭാഗമായിക്കൊണ്ട് മാർച്ച് 15 എന്ന് പറയുന്ന തീയതി അത് ഇസ്ലാമോഫോബിയ ഡേ ആയിട്ട് പ്രഖ്യാപിക്കുന്നു UN. ഇസ്ലാമോഫോബിയ. അപ്പോൾ UN എന്ന് പറയുന്ന സംഘടനയ്ക്ക് പോലും ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനം എന്താണെന്നൊരു പിടിയില്ലാതിരിക്കുന്ന സമയത്താണ് ഇതുപോലുള്ള വിടുവായിത്തരങ്ങൾ പറഞ്ഞു വെക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഇടയിൽ നിന്നുള്ള മുതിർന്ന യുക്തിവാദികൾ പോലും പെടുന്നു എന്ന് നമ്മൾ കാണേണ്ടി വരുന്നത്. ഇത് തിരിച്ചറിയേണ്ട കാര്യം തന്നെയാണ്. അവിടെ നമുക്കത് തുറന്ന് പറയേണ്ടി വരും. കാരണം എന്താണ്, നിങ്ങൾ ഈ ചെയ്തു വെക്കുന്ന കാര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നത് ആരാണ്? ഈ പ്രശ്നത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെപ്പോലെയുള്ള മതം വിട്ട ആളുകൾ തന്നെയാണ്. നമ്മൾ പറയുന്ന വിമർശനങ്ങൾ അവിടെ എത്തേണ്ടത് എവിടെയാണോ, മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് അത് എത്തിച്ചുകൊണ്ട് അവരിൽ ഒരു മാറ്റമുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ പറയുന്നത് നുണയാണെന്ന് അവർ പറയുമ്പോൾ, അല്ലെങ്കിൽ അവരിൽപ്പെട്ട ഉസ്താദുമാർ പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. അതൊരു ആശയത്തെ പ്രതിരോധിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു സംഗതിയാണ്. പക്ഷേ യുക്തിവാദികളുടെ ഇടയിൽ നിന്ന് എന്ന ലേബലിൽ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകരുടെ ഇടയിൽ നിന്ന് എന്ന ലേബലിൽ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ, നമ്മുടെ ഇടയിൽ തന്നെയുള്ള ആളുകൾ നമ്മളെ സംശയിക്കുന്നതായിട്ട്, നമ്മൾ പറയുന്നത് തെറ്റാണ് എന്നും അബദ്ധമായിക്കൊണ്ട് ഇതേപോലെ വിളിച്ചു പറയുമ്പോൾ അത് സത്യത്തിൽ ചിറകരിയുന്നത് നമ്മൾ പറയുന്നതിൻ്റെ ആ മൂർച്ചയുടെ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന പണിയിൽ വെള്ളം കോരി ഒഴിക്കുന്ന പണിയാണ് വിശ്വനാഥൻ ഡോക്ടറെ പോലെയുള്ള ആളുകൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എവിടെയാണോ ഈ നവോത്ഥാന ശ്രമമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നവീകരണ ശ്രമങ്ങൾ മുസ്ലിം സമുദായത്തിലേക്ക് എത്തേണ്ടത് എങ്ങനെയാണ്, ഏതുപോലെ ഇപ്പോൾ നമുക്കറിയാം ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ചയാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്ന സ്വയം അപരവൽക്കരണം നടത്തുന്ന ഒരു നിലപാടാണ്. ഇതിനെക്കുറിച്ചിട്ട് ഏറ്റവും നന്നായിട്ട് പറഞ്ഞിട്ടുള്ളത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ അംബേദ്കർ തന്നെയാണ്. അപ്പോൾ അംബേദ്കർ ഇത് പറയുന്നു എന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ നമുക്ക് വരും, ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ പൊക്കിക്കൊണ്ട് നടക്കുന്നത് സംഘികളാണ്, അപ്പോൾ നിങ്ങളും ഇപ്പോൾ ഇത് പൊക്കിക്കൊണ്ട് നടക്കുന്നു, അപ്പോൾ നിങ്ങളും സംഘിയായോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഞാൻ അന്നും അവരോട് ചോദിക്കുന്നത്, അംബേദ്കറെ നിങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുന്നു സംഘികൾ, അംബേദ്കറെ ഞങ്ങളും പൊക്കിക്കൊണ്ട് നടക്കുന്നു നിയോ ഏത്തിസ്റ്റുകൾ. അപ്പോൾ നിയോ ഏത്തിസ്റ്റുകൾ സംഘിയാവുന്നു എന്നേ പറയുന്നുള്ളൂ. എന്തുകൊണ്ട് ഇത് പറഞ്ഞു വെച്ച അംബേദ്കർ ഒരു സംഖ്യയാണ് എന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വിശ്വനാഥൻ ഡോക്ടറെ പോലെയുള്ള ആളുകളായാലും ഈ സമാനമായ ചിന്താഗതി കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ എന്നോട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ഓക്കെ ഞാൻ സംഘി, അവിടെ സംഘി അത് ചെയ്യുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞ അംബേദ്കർ ഒരു സംഖ്യയാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാവില്ല. കാരണം ഞങ്ങൾക്ക് പിന്നെയും മൂപ്പരെ പല സ്ഥലത്തും പൊക്കി വെക്കേണ്ട ആളാണ്, അത് പറഞ്ഞാൽ പിന്നെ നമുക്ക് പുലിവാലാവും എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഡ്രൈ ഫാക്ട്സ് എന്ന് പറയുന്ന സംഗതി അത് ഡ്രൈ ആയിട്ട് തന്നെയാണ് പറയേണ്ടത്, അത് ഡ്രൈ ആയിട്ട് അടിക്കേണ്ട സാധനം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ കാരണം, ഫാക്ട്സ് എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ ഇപ്പോൾ സയൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റീസായിട്ട് നമ്മൾ എണ്ണുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയാറുള്ളത്. ഒന്ന്, സയൻസ് എന്ന് പറയുന്നത് അത് ഇമോഷൻലെസ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. സയൻസ് എന്ന് പറയുന്നത് അത് ഒബ്ജക്റ്റീവാണെന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഫാക്ട്സ് എന്ന് പറയുന്ന സംഗതികൾ, അത് ഇമോഷനുള്ളൊരു സാധനമല്ല. അതിന് വിഷമമുണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ട് ഇമോഷൻ ഇങ്ങനെ പിന്നോട്ട് നിൽക്കേണ്ട ഒരു സംഗതിയല്ല. ഈ ഫാക്ട്സ് പിന്നോട്ട് നിൽക്കേണ്ട ഒരു സംഗതിയല്ല. ഇമോഷൻസിനെ നോക്കിയിട്ടല്ല ഫാക്ട്സ് പറയുകയും പറയാതിരിക്കുകയും ചെയ്യേണ്ടത്. പക്ഷേ ഈ ഫാക്ട്സ് നമ്മളെപ്പോഴും മുന്നോട്ട് വെക്കുന്നത് അത് ഒരു അവയർനെസ് ക്രിയേഷൻ്റെ ഭാഗമായിക്കൊണ്ട്, അത് പറയേണ്ട ഘട്ടത്തിൽ അത് പറഞ്ഞു വെക്കുക എന്നുള്ളത് ആയതുകൊണ്ട്, അത് ആ പറയുന്ന ഘട്ടത്തിൽ മാത്രമായിരിക്കില്ല, ആ കാലഘട്ടങ്ങളിൽ അത് ചർച്ചയായതിൻ്റെ പേരിൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ അത് വീണ്ടും ഒരു ചരിത്ര വായന നടത്തുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതാണ്. ഏതുപോലെ നമ്മളിപ്പോൾ ഇന്ന് 1921 എൻ്റെ പേരിൻ്റെ തുടക്കം വാര്യംകുന്നത്ത് മൂപ്പര് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായ ഒരു സംഗതിയുണ്ട്, മലബാർ കലാപം എന്ന് പറയുന്നത്. മലബാർ കലാപത്തെ ഒരു കൂട്ടം ആളുകൾ മലബാർ കലാപം എന്ന് വിളിക്കുന്നത് ശരിയല്ല എന്നും അത് മാപ്പിള ലഹള എന്നും വിളിക്കണമെന്ന് പറയുന്നു.
അവിടെ നടന്നത് സത്യത്തിൽ ഒരു സ്വാതന്ത്ര്യസമര പോരാട്ടമായിരുന്നില്ല. അത് അവിടെ നടന്നത് ഒരു ഹിന്ദു ജനോസൈഡാണ് എന്ന് പറയുന്ന ഒരു ചരിത്രം നമുക്കിവിടെ വായിക്കാൻ കഴിയും. അതിനെക്കുറിച്ച് കുമാരനാശൻ എഴുതിയത്, അതിനെക്കുറിച്ച് അംബേദ്കർ എഴുതിയത്, ഗാന്ധിജി എഴുതിയത്, അങ്ങനെ പല ആളുകൾ എഴുതിയത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് അംബേദ്കർ ആ സംഭവത്തെക്കുറിച്ച് എഴുതുമ്പോൾ 1921 ആ സംഗതിയെക്കുറിച്ചിട്ട് അവിടെ കുറിച്ചു വെക്കുന്ന സമയത്ത് ഇതുപോലെ വിശ്വനാഥൻ ഡോക്ടറെ പോലെയുള്ള ആളുകൾ വന്നിട്ട് പറയും, ഇപ്പം നമ്മളത് അങ്ങനെ എഴുതാൻ പാടില്ല, അത് നമ്മളവിടെ ഡ്രൈ ഫാക്ട്സ് ആണ്, സംഗതിയൊക്കെ ശരിയാണ്, ഇപ്പം നമ്മൾ അത് അങ്ങനെ പറയരുത്, ഇതിനെ നമ്മൾ സ്വതന്ത്ര സമരമായിട്ട് എഴുതി വെക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് ഇവിടെ മറ്റൊരു പ്രധാന ഒരു പ്രശ്നത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൻ്റെ കാതലായൊരു റീസൺ തന്നെ നമുക്കിവിടെ നഷ്ടപ്പെടുമായിരുന്നു. എന്തായിരുന്നു ആ റീസൺ? ഇവിടെ സംഘപരിവാർ എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ ഉടലെടുക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായത് 1921 ആ റയറ്റായിരുന്നു എന്നുള്ള സംഗതി അത് ഇവിടെ അറിയാതെ പോകുമായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഈ ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്ന സംഗതി ഇന്ന് ഒരു റിയാലിറ്റിയാണെന്നും അതിനെയും അഡ്രസ്സ് ചെയ്യണമെന്നും, ഭൂരിപക്ഷ വർഗീയത മാത്രം തല്ലിക്കൊല്ലാൻ വേണ്ടി നിങ്ങൾ ഓടുമ്പോൾ ഇപ്പുറത്ത് ഈ ന്യൂനപക്ഷ വർഗീയത അവിടെ വളരുമെന്നും അതിൻ്റെ പേരിലുള്ള വർഗീയത മാത്രമായിട്ടല്ല അതൊരു ഭീകരത കൂടിയായിട്ട് മാറുമെന്നും നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ വസ്തുതകൾ അറിയാൻ കഴിഞ്ഞെന്തുകൊണ്ടാണ്? അംബേദ്കറെ പോലെയുള്ള ആളുകൾ, കുമാരനാശനെ പോലെയുള്ള ആളുകൾ, അതുപോലെ പല ആളുകൾ അന്ന് ഇത്തരത്തിലുള്ള വോക്കിസം ബാധിച്ച ആളുകൾ പറയുന്നത് കേൾക്കാതെ അന്ന് പറയേണ്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞു വെച്ച് എന്നതിൻ്റെ പേരിലാണ് പല കാര്യങ്ങളും ഇന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാനമായ രീതിയിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഹിജാബ് വിഷയം ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ഇപ്പോൾ എക്സ് മുസ്ലിം ഈ പോസ്റ്ററിൽ ഇപ്പോൾ ഞാൻ ഇവിടെ കാണാം നിങ്ങൾക്ക് NRCയും എക്സ് മുസ്ലിം ഓർഗനൈസേഷനും ഒരുമിച്ചാണ് ചെയ്തത്. പക്ഷേ ഇതിനൊക്കെ ശേഷമുണ്ടായ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഹിജാബ് സംബന്ധിച്ചിട്ടുള്ള കർണാടകയിലെ പ്രശ്നം. അന്ന് നമ്മൾ പറഞ്ഞു ഹിജാബ് എന്ന് പറയുന്നത് വസ്ത്രസ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അതിനെ അനുവദിക്കണമെന്ന് പറയുന്ന രീതിയിൽ ഇവിടുത്തെ എക്സ് മുസ്ലിം സംഘടന പോലും നിലപാടെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഹിജാബ് ഒരു വസ്ത്രമല്ല, അത് മതചിഹ്നമാണ് എന്ന് പറഞ്ഞപ്പോൾ എക്സ് മുസ്ലിം സംഘടന അന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പം നമ്മളത് പറയരുത് എന്നാണ്. ഞാൻ പറഞ്ഞു അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഇപ്പോഴാണിത് പറയേണ്ടത്, പൂരം നടക്കുമ്പോഴാണ് പടക്കം പൊട്ടിക്കേണ്ടത്. അതല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമ്മളെല്ലാവരും വീട്ടിൽ പോയി കഴിയുമ്പോൾ വരിൻ മക്കളെ നമുക്ക് ഹിജാബ് എന്താണെന്ന് പഠിക്കാം എന്ന് പറയേണ്ടത് അപ്പോഴല്ല. ആ പ്രശ്നം നടക്കുമ്പോഴാണ് ആ പ്രശ്നത്തിൽ ദുരൂഹീകരിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളുടെ മുന്നിലേക്ക് വസ്തുതകൾ വെച്ചുകൊണ്ട് അവരെ അതിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് വെട്ടാനും കുത്താനും പോകുന്ന ആളുകളെ അവിടെ റാഡിക്കലൈസ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ, ഡീസെൻസിറ്റൈസ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ ഒരു പങ്ക് ചേരേണ്ടത്. അതല്ലാതെ അവരെല്ലാം ഒപ്പിച്ചിട്ട് തല്ലിയതിന് ശേഷം കുറേ എണ്ണത്തിന് കൊന്നതിന് ശേഷം വീട്ടിൽ പോയിട്ട് കട്ടൻ ചായം കുടിച്ച് ഇരിക്കുമ്പോഴല്ല നമ്മൾ വസ്തുതയുമായിട്ട് വരേണ്ടത്. ആ പ്രശ്നം നടക്കുന്നതിൻ്റെ ഇടയിലേക്ക് തന്നെയാണ്. അങ്ങനെയാണ് നമുക്ക് ആളുകളെ പിന്തിരിപ്പിക്കാൻ കഴിയുള്ളൂ. കാരണം എന്താ, നമ്മൾ പറയുന്നത് ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വിഷയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രശ്നത്തിൽ ഏർപ്പെട്ടിട്ട് ഇരിക്കുന്ന, അതിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടാവും. അതുകൂടാതെ ആ പ്രശ്നത്തിലേക്ക് കൊല്ലാൻ വേണ്ടിയിട്ട് അതിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടാവും. അതായത് റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, റാഡിക്കലൈസിങ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, റാഡിക്കലൈസ്ഡ് അല്ലാത്ത ആളുകളും ഉണ്ടാവും. നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആരെയാണ്? ഈ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ അല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഞാൻ ലക്ഷ്യം വെക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ പച്ചയായ ഒരു ദയയും ദാക്ഷിണ്യവുമില്ലാതെ മതവിമർശനം നടത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലക്ഷ്യം രണ്ട് കൂട്ടം ആളുകളാണ്. ഒന്ന്, റാഡിക്കലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളും, രണ്ട്, റാഡിക്കലൈസ്ഡ് അല്ലാത്ത ആളുകളുമാണ്. അവരിലാണ് നമ്മൾ മാറ്റം ഉണ്ടാക്കുന്നത്. കാരണം അവരാണ് ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ന്യൂനപക്ഷത്തിന് ഒരു പണിയും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പിന്തിരിപ്പിക്കേണ്ടത് ഈ ഓടി അടുക്കുന്ന ആളുകളെയാണ്. അവർ ഓടി അടുത്ത് തല്ലാൻ വേണ്ടി കൈ ഓങ്ങുമ്പോഴാണ് അവരുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇതങ്ങനെയല്ലല്ലോ, ഇതിപ്പോൾ ഒരു മതചിഹ്നമല്ലേ, ഇതിൻ്റെ പേരിൽ എന്തിനാണ് നമ്മൾ അടി കൂടുന്നത് എന്ന് ചിന്തിച്ചിട്ട് അവർ ഇരുകൂട്ടരും അവിടുന്ന് തിരിഞ്ഞോടാനൊരു സാധ്യത ഉണ്ടെങ്കിൽ അതല്ലേ നമ്മൾ ഒരുക്കേണ്ടതെന്ന് നമ്മൾ ചോദിക്കുന്നത് അവിടെയാണ് ഈ ഡ്രൈ ഫാക്ട്സ്. അത് ഡ്രൈ ആയിട്ട് തന്നെ പറയണം. ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ മറ്റേതിനെ മാത്രം സംഘിയുടെ ആ കാവി കോണകത്തെ മാത്രം നമ്മളിപ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് നടക്കാനാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വ്യക്തമാവുന്നത് ഒരു പക്ഷാഘാതം പിടിച്ചിട്ടുള്ള ഒരു സ്വതന്ത്ര ചിന്തയാണ്. അതിൻ്റെ പേരിൽ അവർ മനസ്സിലാക്കുക എന്താണ്, ഇവിടെ അപ്പുറത്തെ വശം പറയാൻ ഇവിടെ ആരുമില്ല, ഇവിടെ എപ്പോഴും ഇതിനെ മാത്രമേ പറയുന്നുള്ളൂ, മറ്റേതാരും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ എതിർക്കണമെന്ന ആ ദുർവാശിയെ അവിടെ കൂടുതൽ ബലപ്പെടുകയും അതിൻ്റെ പേരിലുള്ള റാഡിക്കലൈസിങ് ആക്ടിവിറ്റീസ് അതവിടെ കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുക. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് മുഖം നോക്കാതെ, ഒരു വശത്തേക്കും ചെരിയാതെ, അതിനെക്കുറിച്ചുള്ള ഒരു ഒളിപ്പിക്കലോടെ നടത്താതെ അത് പറയേണ്ടത് ഡ്രൈ ഫാക്ട്സ് ആയിട്ട് തന്നെ പറയുക എന്നുള്ളതാണ്.
അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്ന ഈ മുസ്ലിമോഫോബിയ എന്ന് പറയുന്ന സംഗതി, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പരാമർശം പോലും നടത്താതെ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉപയോഗിച്ച്, മലയാളത്തിൽ പറയുമ്പോൾ മുസ്ലിം വിരുദ്ധമാണ്, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇസ്ലാമോഫോബിയ എന്നും പറയുന്നത് അതൊരു ഭാഷാ പ്രയോഗത്തിലെ പ്രശ്നം എന്നതിനേക്കാളുപരി ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ല എന്നുള്ളത് ഇവിടെ വ്യക്തമായതുകൊണ്ട് അതിനെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുകയാണ്. ഇത് സാറ ഹൈദർ എന്ന് പറയുന്ന എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന സംഘടനയുടെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയും ആ വെബ്സൈറ്റൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. വളരെ എനർജറ്റിക് ആയിട്ട് വൈബ്രൻ്റ് ആയിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം. ഈ ആളുടെ, ഈ വനിതയുടെ വാക്ക് നമുക്കൊന്ന് കേട്ടിട്ട് ഇതിൻ്റെ മറ്റു ചില വശങ്ങൾ കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. There are people who use the phrase Islamophobia both to mean criticism of the people and of the religion. I know that many Muslims do this. It's an easy way of stopping others from criticizing their religion. But I believe that many in the West use this word because they haven't quite thought of why it might be harmful. Islamophobia is a meaningless term. It serves to confuse and to muddle two very different forms of intolerance based on two very different reasons towards which there should be two very different reactions. Sometimes it is claimed that the critique of religion is critique of the identity of the believer and is therefore bigotry. This person's identity happens to be based on their ideology, so if you criticize their ideology, you are necessarily generating hate towards that person. But I wonder what would happen if we applied this type of thinking to everything. What if New Agers decided that criticism of New Age spiritual healing was a form of hate against people who chose to identify that way? What if Hindus decided criticism of the caste system was a deeply offensive form of racism against Hindu people? How much of that would retard reform? There's another version of this argument which claims that criticism or ridicule of Islam feeds into the bigotry by the far right and therefore causes harm. And I want everyone to know that the argument is almost never that Islam doesn't deserve the critique or ridicule as a religion, but that it is harmful to voice it for the damage that it would do. Still, there are others who believe that people in the West have no right to speak about problems of brown cultures due to the legacy of colonialism and other forms of violence the West has cast upon the East. This is a strange argument because it ignores the history of the world, a history in which various nations, Muslims and non-Muslims, have succumbed to the ebb and flow of conquest repeatedly for all of recorded history. Many Islamic countries, in fact, had horrific laws before colonialism. Two of the epicenters of Islamic thought, Iran for Shia Islam and Saudi Arabia for Sunni Islam, resisted colonialism. In fact, Saudi Arabia was founded in 1744 as an extremist state, the first iteration of which was destroyed by the Ottomans due to their religious fanaticism. The first Saudis, in fact, attacked and desecrated some of the most holy Muslim sites and were stopped not by intervention of the West, but by other Muslims that viewed them as dangerous fanatics. There was then no American imperialism, no frame of wars against other Muslims, and yet fundamentalist Wahhabis existed and were attacking other Muslims very much the same way that ISIS attacks them today. Reform is impossible when you constantly shift the conversation away from Islamic fundamentalism and back to Western violence and imperialism. But don't get me wrong, it's important to discuss this. It's important to discuss imperialism and the harm it caused. But violence in the name of Islam has terrorized the Middle East ever since its inception. And it's important that we don't derail this conversation. The moral paralysis out of fear of the right, out of fear of furthering bigotry, out of shame of prior crimes committed by other white people, should not trump all considerations. When I read articles of why Muslims shouldn't be ridiculed, I get a sense of condescension, a sense that there are those who believe that the most central trait of brown people is their religion, a defining feature, in fact. And due to this, they presume either that we won't reform or we can't. That religion is something inherent to who we are and that it won't respond to pressure to change the way Christianity responded to pressure by secularists. While they believe themselves to be supporting tolerance, what they're actually supporting is the religious right of the East. And not just any religious right, not the religious right we have here. It's a religious right the West hasn't seen for centuries. To me,
to someone who opposes the most foundational liberal principle, the freedom of expression, in order to protect the sensibilities of this Islamist religious right, is a liberal only in name. In fact, what kind of person holds two different groups of people accountable to two different standards of acceptable behavior but a bigot? Obviously, Islam isn't the root of all evil, but it's an important factor. What we have here is a right wing in the West who believes that Islam personifies evil, and a left which refuses to even look into it as a source of harm. The question then becomes, how do we achieve reform without actually mentioning any problems in Islam? How do we achieve progress while shying away from one of the foundational aspects of how harmful practices are justified? Most cultures are responsive to selective pressure, and by insisting that no pressures be applied, we are acting as a brake on any progress. We have plenty of evidence that a push for secularism or a presence within secular cultures can change behavior and even the beliefs of Muslims. For example, if you compare Muslims living in the US with Muslims in the Middle East, you will find across all metrics that their opinions are less extreme and more in line with liberal values than of those of the population of their origin countries. Many Muslims believe that their religion is immutable, that every word of which is true, and reformers insult them when they demand change. Yet profound changes in the way Muslims practice their religion have occurred in the past. Many Muslim countries practiced slavery up until the 20th century, with some countries abolishing slavery as recently as 1981, citing religious sanction of the practice as a justification. Saudi Arabia's slave population was estimated as 300,000, a scant 50 years ago, and it was international pressure that forced abolition. Under pressure from the British Empire to abolish slavery a little over a century ago, the Sultan of Morocco cited the inerrancy of the Quran to make the case for the divine sanction of slavery. Later, the chief minister of Morocco, Mohammed Idris, wrote in response to anti-slavery efforts that we do not interfere in religious principles which you profess. Likewise, you should not interfere in our religion. In the face of Ottoman unwillingness to condemn the status of slaves as enshrined in Sharia, a British statement sarcastically stated that one might well ask the Sultan to become a Christian. Yet today, most, if not all, Muslims are repulsed by the idea of slaves. Did they abandon the Quran, which seemed to clearly condone slavery a mere century ago, or were we able to shift mainstream consensus by standing up for our moral principles? I wonder what would have happened if the benevolent bigots of the West, of the left today, who feel that it is more important to respect a culture for the sake of respecting a culture, had existed back then. How many millions would be living in chains today? We must remember that there is no inevitable march of progress, no guarantee that tomorrow's world will be more just, more equal, more rational, more tolerant or reasonable. Liberal rights without liberals to champion them are values without influence, with no defense. Let's not let our empathy for oppression of one group excuse their oppression of another. Thank you. ഓക്കെ, അപ്പോൾ ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങളത് കേൾക്കേണ്ട ഒരു സംഗതി ആയതുകൊണ്ട് അത് കേൾപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഒന്ന് സമപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെക്കുലറൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. സ്വതന്ത്ര ഇന്ത്യക്കാരായിക്കോട്ടെ, ഈ നവോത്ഥാനം എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആര് തന്നെ ആയാലും നമ്മൾ ഉന്നം വെക്കുന്നത്, അൾട്ടിമേറ്റ്ലി നമ്മൾ ഉന്നം വെക്കുന്നത് ഒരു മതേതരവൽക്കരണം, ഒരു ജനാധിപത്യവൽക്കരണം ഒക്കെ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം സംഭവിക്കുക മതങ്ങളിലുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും അത് അവിടെ നിന്ന് ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടി അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെയാണ് പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുള്ളൂ. ഇപ്പോൾ ശബരിമല വിഷയമായാലും മറ്റ് പല വിഷയങ്ങൾ പണ്ട് നടന്നിട്ടുള്ള ക്ഷേത്ര പ്രവേശനം എന്ന് പറഞ്ഞിട്ടുള്ളതായാലും, അങ്ങനെ ഏത് വിഷയം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച് നമ്മളിവിടെ പറയാറുള്ള വിഷയങ്ങളായാലും എന്ത് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാം. നമ്മളുടെ
ഏത് മേഖലയിൽ ഏത് മതത്തിൽ നിന്നായാലും. പക്ഷേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രത്യേക മതത്തിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് അതിനെ തടയിടാൻ വേണ്ടിയിട്ട് ആ മതത്തിൻ്റെ വക്താക്കൾ കണ്ടുപിടിച്ചൊരു വാക്കാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നൊരു വാക്ക്. നിങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് ഭയം പറഞ്ഞ് പരത്തുന്നു, അത് ഭീകരതയുടെ മതമാണെന്ന് പറഞ്ഞ് പരത്തുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. അവിടെ നമ്മൾ പറയുന്നത് ഇസ്ലാമോഫ്രൈറ്റ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഇസ്ലാമിൽ ഭയക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഇൻഹെറൻ്റായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മളവിടെ പറയണം, ഇസ്ലാമിലാണ്. പക്ഷേ ഈ പറയുന്ന അങ്ങനെയുള്ളൊരു ഇസ്ലാമിൻ്റെ ഇരയായിട്ട് ഇവിടെ നിൽക്കുന്നത് മുസ്ലിങ്ങളാണ് എന്നുമാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി അവരെ ബോധവൽക്കരിക്കുക എന്നൊരു പണിയാണ്. അത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വക്താക്കൾ പറയുന്ന വാക്ക് ഇവിടെ ഇപ്പുറത്ത് നിന്ന് ഇതിനെ ചെയ്യേണ്ട ആളുകൾ പറഞ്ഞു വെക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ അവർക്ക് തന്നെയാണ് ഏറ്റവും വലിയ തോതിൽ സഹായകമാകുന്ന ഒരു നിലപാടെടുക്കുന്നത്. അവരുടെ പണിയാണ് എളുപ്പമാക്കി കൊടുക്കുന്നത്. ഇതിൻ്റെ ഈ പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആളുകൾ, നമ്മളെപ്പോലുള്ള ആളുകളുടെ പണി നിങ്ങൾ കുഴപ്പത്തിൽ ആക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ടൈറ്റിലിൽ പറഞ്ഞ പോലെ ദ ഡോഗ് ഇൻ ദ മേഞ്ചർ എന്ന് പറയുന്നൊരു സംഗതി. ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മലയാളത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് അത് ചെയ്യരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ തന്നെ സാറ ഹൈദർ പല ഉദാഹരണങ്ങൾ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇന്നായിരുന്നു ഈ അടിമ വ്യവസ്ഥിതി നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം ഇവിടെ വരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് ഇസ്ലാമിനകത്തുനിന്ന് അത് നിരോധിക്കാൻ കഴിയില്ലായിരുന്നു എന്നും കൂടിയാണ് ഞാൻ പറയുക. കാരണം എന്താണ്, അങ്ങനെ നിരോധിക്കാൻ ശ്രമിച്ചാൽ ഇസ്ലാമിനകത്തുള്ള ആ നിയമത്തെ എടുത്തു കളയാൻ ഒരു മുസ്ലിമും ഇവിടെ തയ്യാറാവില്ല. അതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഇസ്ലാമോഫോബിയ പടർത്തുന്നു എന്നും പറഞ്ഞിവിടെ നിലവിളിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സെക്യുലറൈസിങ് ഫോഴ്സ് നമ്മളെ നാട്ടിലുണ്ട്, ലോകത്തുണ്ട്. അത്തരത്തിലുള്ളൊരു കളക്റ്റീവായിട്ടുള്ളൊരു എക്സ്റ്റേണൽ പ്രഷറിലൂടെ മാത്രമാണ് മതനവീകരണം നടക്കുകയുള്ളൂ. ആ നടക്കുന്ന സമയത്ത് അതിന് വഴി തടസ്സം നിൽക്കുന്ന ആളുകളായിട്ട് ഇതുപോലെയുള്ള ആളുകൾ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കുന്നു. മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്ന സംഗതിയെ ഇവിടെ ഇസ്ലാമോഫോബിയ ആയിട്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് അങ്ങനെ മറിച്ചും ഉപയോഗിക്കുന്നു. അതുകൂടാതെ മറ്റ് പല ആരോപണങ്ങളും വെച്ച് കീച്ചുന്നു. ഇതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ ഇദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനെല്ലാം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ആണല്ലോ ഇതിനകത്ത് വില്ലൻ. അതിൽ ഒരു സീറ്റിൽ പോലും മുസ്ലിങ്ങളെ നിർത്തിയിട്ടില്ല, ജയിപ്പിച്ചിട്ടില്ല എന്നുള്ളത്. എനിക്ക് അവിടെ ചോദിക്കാനുള്ളത്, ഒന്ന് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. കാരണം UP-യിൽ മെയ് മാസത്തിൽ വന്ന വാർത്തയാണത്. ചുമ്മാ ഒന്ന് അടിച്ചു നോക്കിയാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. അതിലെഴുതിയിരിക്കുന്നത് മുസ്ലിം കാൻഡിഡേറ്റ്സ് BJP-യുടെ നേതൃത്വത്തിൽ അവിടെ നിന്നിട്ട് മുനിസിപ്പൽ ഇലക്ഷനിൽ അവിടെ വിജയിച്ചത് സംബന്ധിച്ചുള്ളൊരു വാർത്ത. ഇത് BJP-യുടെ തന്നെ UP-യിൽ തന്നെ നടന്നിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടമായിക്കൊണ്ട് മാറി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടുതൽ മുസ്ലിങ്ങളായിട്ടുള്ള സ്ഥാനാർത്ഥികൾ അവിടെ സംസ്ഥാന ഇലക്ഷനിലും അതുപോലെ തന്നെ MP സ്ഥാനത്തേക്കൊക്കെ വരും. ഇനി MP സ്ഥാനത്ത് തന്നെ നിലവിൽ തന്നെ MPമാരുണ്ട്. ഇതൊന്നും അറിയാതെയല്ല ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് ഇതുപോലെ പറഞ്ഞു വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് പറഞ്ഞാൽ മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ തുടക്കത്തിലുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആ ഒരു സ്ട്രോമാൻ ആർഗ്യുമെൻറ്റ് അതവിടെ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് അതിനെ ജീവനോടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പല തിരുപ്പണികളും ചെയ്യേണ്ടി വരുന്നത്. ഈ പണി ഒന്ന് അവസാനിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോളൂ, പക്ഷേ ഒന്നുകിൽ പച്ചയായ ഇത്തരത്തിലുള്ള ഈ മതത്തിൻ്റെ നല്ല ഏത് മതത്തിൻ്റെ ആയാലും വിമർശനം നടത്തുന്നു, അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. ഏത് മതത്തിൻ്റെ ചെയ്യണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൻ്റെ ചെയ്തോളൂ. പക്ഷേ വേറെ ആരെങ്കിലും സമാനമായ രീതിയിൽ ആ മതത്തിൻ്റെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കാര്യങ്ങൾ കൂടുതൽ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ പിന്നാലെ കൂടിയിട്ട് നിങ്ങൾ മുസ്ലിം വിരുദ്ധത പടർത്തുന്നു, ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നു, നിങ്ങൾ BJP-ക്ക് വളം വെക്കുന്നു എന്നൊക്കെയുള്ള ഇത്തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് വഴിമുടക്കികളായിട്ട് നിൽക്കരുത്, ദ ഡോഗ് ഇൻ ദ മേഞ്ചറായി മാറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ഇനി മുന്നോട്ട് പോകും തോറും UP-യിൽ നിന്നും ഇതുപോലെ തന്നെ BJP-യുടെ കൊട്ടകങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നതും ജയിച്ച് കയറുന്നതും കൂടുതൽ ഇനി വരുന്ന ആളുകളിൽ കാണാൻ നമ്മൾ തയ്യാറാവുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഈ ഇൻ്റർനാഷണൽ ഡേ ഫോർ എക്സ്പോസിങ് മുസ്ലിമോഫോബിയ ആ ഒരു സംഗതി ഇത് നമ്മൾ നടത്തിയ പരിപാടിയാണ്. ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ വെച്ചുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത് എന്ന് ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ഇങ്ങനെ ഇൻ്റർചേഞ്ചബിളി ഉപയോഗിക്കാതെ വാക്കുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കണമെന്നും ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ് എന്നും അത് ഫോബിയ അല്ല ഇസ്ലാമോഫ്രൈറ്റ് ആണെന്നും മുസ്ലിമോഫോബിയ എന്ന് പറയുന്നതും ഒരു റിയാലിറ്റിയാണ്, അതിനെ നമ്മൾ എതിർക്കേണ്ടതാണെന്നും അതിനെ എക്സ്പോസ് ചെയ്യണം, കൊമ്പാറ്റ് ചെയ്യണം എന്നും കൂടിയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് എന്ന് അവസാനമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യുന്നത്, ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് ഈ ടൈറ്റിൽ ഇട്ടപ്പോൾ വലിയ ആളുകൾക്ക് വലിയ വിഷമം ായതുകൊണ്ട് അതിലൊരു വാക്ക് ഞാൻ ഉപേക്ഷിച്ചതെന്ന് ഞാൻ പറഞ്ഞു, ഇതിന് ഞാൻ ഉപയോഗിക്കില്ല. മാത്രമല്ല അന്ന് ഇത് പറയാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അസ്കർ അലി
നമുക്കറിയാം അദ്ദേഹം ഇവിടെ വന്നു, മതത്തിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് നേരിട്ട പ്രശ്നങ്ങളൊക്കെ ഇവിടെ വെച്ചുകൊണ്ട് പല പ്രശ്നങ്ങൾ നമ്മൾ ഇവിടെ അഡ്രസ്സ് ചെയ്തതാണ്. അതിൽ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ അന്ന് അതിലൊരു വ്യക്തി വന്നിരുന്ന് പോസ്റ്റ് ഇട്ടിരിക്കുന്നതെന്ന് ഈ കാണുന്നത്, അതായത് വേദിയിൽ കയറാൻ പോലും അനുവാദമില്ലാത്ത പെൺകുട്ടികൾ 10ാം ക്ലാസ്സിലെ മെഡൽ മേടിക്കുമ്പോൾ ഈ പഹയൻ പറയുകയാണ് മദ്രസയിൽ സ്വാഭാവിക വിദ്യാഭ്യാസം നിഷേധിച്ചതിന് അവൻ മനസ്സിലാക്കാൻ 24 വയസ്സെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വിക്ടിം ബ്ലെയിമിംഗ് നടത്തുന്ന സ്വതന്ത്ര ചിന്തകരെയാണ്, സ്വതന്ത്ര ചിന്തകരെന്ന് ഞാൻ വിളിക്കില്ല, യുക്തിവാദിയെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അതിനകത്ത് ഞാൻ പ്രതിപാദിക്കുന്നുണ്ട്. ഇതുപോലെ ഈ വിഷയത്തിൽ നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും വഴിമുടക്കികളായിട്ട് ഡോഗ് ഇൻ ദ മേഞ്ചറായിട്ട് നിൽക്കരുത് എന്നുള്ളത് ഞാനിവിടെ അവസാനമായിട്ടൊന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇനി ഞാൻ ഏതായാലും ആ വിഷയത്തിൽ കൂടുതലൊന്നും പറയാനില്ല. ഇതിൻ്റെ ഒരു വിവിധ വശങ്ങൾ, ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ഒന്ന് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു ഉദ്ദേശം. വഴിമുടക്കികളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. മുസ്ലിം സമുദായത്തിന് വീണ്ടും ഇത്തരത്തിലുള്ള നവീകരണ ശ്രമങ്ങളിൽ നിന്നും തടസ്സം സൃഷ്ടിക്കുന്ന ഒരു രീതി, അത് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് തന്നെ ഇത് ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ ദോഷമാണ് ഉണ്ടാവുക എന്നത് ഒന്ന് ഓർമ്മിപ്പിക്കണം, ഒന്ന് ഉണർത്തിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. ആ പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വിശ്വനാഥൻ ഡോക്ടറെ പോലെയുള്ള ആളുകൾ ചെയ്തു വെക്കുന്നത് വലിയ ദ്രോഹമാണ് എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൂടാതെ ഞാൻ വെച്ച 2 പ്രതികരണങ്ങളിലുള്ള ആ 2 കാര്യങ്ങൾ, ഒന്ന് പറഞ്ഞു MP സ്ഥാനം MLA സ്ഥാനം, അത് പോട്ടെ. രണ്ടാമത്തത് ഈ പറയുന്ന തെളിവ്, ആ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം, അതിനെക്കുറിച്ചും കൃത്യമായിട്ട് ഉത്തരം പറയേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കത് ഒളിച്ചോടാൻ കഴിയില്ല. ഈ ചോദ്യമായിട്ട് ഇവിടെ അവസാനിക്കും. ഏത് വേദിയിലാണെങ്കിലും നേരിട്ട് കണ്ടാലും ഞാൻ ചോദിക്കാൻ വെച്ചിരിക്കുന്ന സംഗതി തന്നെയാണ് എന്നുള്ളത് അവസാനമായിട്ട് പറയുന്നു. ഇനി ഒരു കാര്യം കൂടി പറയുകയാണ്. നമ്മൾ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഇവിടെ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പോലീസിലെ പച്ച വെളിച്ചവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംഭാഷണമാണ്. അപ്പോൾ ഏതായാലും ആ വീഡിയോ ഇവിടെ ഒരുപാട് ആളുകൾ ഏറ്റെടുത്തു. അത് ഒരുപാട് കോണുകളിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ വന്നു. അങ്ങനെ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഘടന, ഈ ഒരു വിഷയം, സംഘടന എന്ന് പറയാൻ കഴിയില്ല, ഒരു കൂട്ടായ്മ, ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. അവർ വളരെ സീരിയസ് ആയിട്ട് ഇതിൻ്റെ പേരിൽ പല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ അവർ മുഖേന ഈ ഒരു സംഗതി ഒന്ന് ഏറ്റെടുത്ത് ഒരു കോടതിയിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള ഒരു ആലോചന യോഗം ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നടത്താനിരിക്കുകയാണ്. അത് നിങ്ങളുമായിട്ടൊന്ന് അറിയിക്കുകയാണ്. അധികം വൈകാതെ നമ്മൾ NRC, നോൺ റിലീജിയസ് സിറ്റിസൺസ് എന്ന് പറയുന്ന സംഘടനയുടെ പല ആക്ടിവിറ്റീസ് ഉള്ളതിൽ ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ആയിട്ട് അജണ്ടയിൽ എഴുതി ചേർത്തിട്ടുള്ള സംഗതിയാണ് ഈ ഒരു സംഗതി. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ സംഗതികൾ, ഇതിൻ്റെ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പല രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടി വരും, സാമ്പത്തികമായിട്ടും അതുപോലെ കേസ് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് വക്കാലത്ത് ഒപ്പിടാൻ തയ്യാറുള്ള ആളുകളായിട്ടും ഈ സമാനമായ പരാതികൾ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു പ്രതികരണം അവിടെ പുറത്ത് പറയുന്ന ആളുകളായിട്ടൊക്കെ നിങ്ങളുടെ ഒരു സഹകരണം വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്ത് ആരാധനാലയങ്ങളിൽ നിന്നും, അത് ഏത് തന്നെ ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഏത് ഈ പറയുന്ന ഹിന്ദു മതത്തിൻ്റേതായിട്ടുള്ള ആരാധനാലയം ആയിക്കോട്ടെ, ഏത് തന്നെ ആരാധനാലയമാണെങ്കിലും അവിടുന്ന് ഇതുപോലെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിന്നും ഒരു ഡെസിബൽ മീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് വെച്ചുകൊണ്ട് അത് അളന്നിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് നിങ്ങൾ എടുക്കുക. അതോടൊപ്പം തന്നെ 112 എന്ന് പറയുന്ന നമ്പർ പോലീസ് കൺട്രോൾ റൂമാണ്, അവിടെ വിളിച്ചിട്ട് കാര്യം പറയുക. അതോടൊപ്പം ആ ആരാധനാലയത്തിലെ ആ കോളാമ്പിയുടെ ഒരു ചിത്രവും നിങ്ങൾ എടുത്തു വെച്ചേക്കുക. ഇത്രയും 3 കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് അത് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ലിങ്ക് ഞാൻ ഇവിടെ ഇതിൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ ഷെയർ ചെയ്യാം. അതിൽ നിങ്ങളൊന്ന് അപ്ലോഡ് ചെയ്യുകയും കൂടി ചെയ്താൽ കുറേയും കൂടി നമ്മളുടെ കേസിന് മുന്നോട്ട് പോകുമ്പോൾ ഒരു ബലം ഉണ്ടാകുമെന്ന് തന്നെയാണ്. കാരണം നമ്മളിവിടെ പറഞ്ഞു, ഈ ലൗഡ് സ്പീക്കറുമായി ബന്ധപ്പെട്ടിട്ട് ഓൾറെഡി ഇവിടെ നിയമവും അത് നടപ്പിലാക്കാനുള്ള ഉത്തരവുകളുള്ള നാട്ടിലിരുന്നിട്ടാണ് നമ്മളിത് വീണ്ടും ചെയ്യേണ്ടി വരുന്നത്. ഈ നിയമം നടപ്പിലാക്കേണ്ട ആളുകൾക്ക് ഈ മതങ്ങളുടെ മുന്നിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ മുന്നിൽ മുട്ടിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടത് ഈ വെടിക്കെട്ട് നിരോധനം, അതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരാണ് അതിനെതിരെ കോടതിയിൽ പോകുന്നു എന്നും പറഞ്ഞിട്ടൊരു വാർത്തയും കൂടി കണ്ടത്. നമ്മുടെ സംസ്ഥാന സർക്കാർ ഹോപ്പ്ലെസ് ആണെന്ന് മാത്രമല്ല, ഒരു കാരണവശാലും 3ാമത്തെ തവണ അവർ ജയിപ്പിച്ച് വിട്ടേക്കരുത്. ഏത് പാർട്ടി ആയാലും അടുത്ത പാർട്ടി വേറെ ആയിക്കോളണം. കാരണം നമ്മൾ പറഞ്ഞു, കോൺഗ്രസ് നല്ലതായതുകൊണ്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ലതായതുകൊണ്ടോ അല്ല നമ്മൾ ഇത്ര നാളും കേരളം മികച്ചു നിന്നത്, നമ്പർ 1 ആയത് എന്ന് പറയാം. മാറി വന്നിരുന്ന ആ ഒരു പ്രവണത, അതായത് ഒരു തവണ ഒരു തവണ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ രണ്ടാമത്തെ തവണ കോൺഗ്രസ്, അങ്ങനെ മാറി വന്നിരുന്ന ആ ഒരു പ്രവണതയാണ് സത്യത്തിൽ നമ്മളുടെ ആ ഒരു പ്രവർത്തനക്ഷമത, നമ്മളുടെ മത്സരക്ഷമതയൊക്കെ നിലനിർത്തിയത്. അതുകൊണ്ടാണ് നമ്മൾക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞത്. അത് ഇനിയും തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഏറ്റവും മിനിമം നമ്മൾ ചെയ്യേണ്ടത് അതാണ്. അടുത്ത തവണ കണ്ണും പൂട്ടി
ഇവിടെ കോൺഗ്രസിനെ നമ്മൾ ജയിപ്പിച്ചേക്കുക, മറ്റെന്തെങ്കിലും ഒരു എന്താ പറയുക മിറാക്കിൾ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് സംഭവിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഏതായാലും പുതിയ പാർട്ടിയായിട്ട് വരാനുള്ള ഒരു ത്രാണി ഇല്ല. നമ്മൾ പല രീതിയിൽ അതിനുവേണ്ടി ശ്രമിച്ചെങ്കിലും തൽക്കാലം അതൊന്ന് വീണ്ടും ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കുകയാണ് പല കാരണങ്ങൾ കൊണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ പ്രശ്നം തന്നെയാണ് അത് സൃഷ്ടിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാം, പ്രത്യേകിച്ച് വിശ്വാസികൾ സപ്പോർട്ട് ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുള്ള കാരണം തന്നെ നമ്മുടെ ചാനൽ കണ്ട് ഒരുപാട് ആളുകൾക്ക് മതത്തിൽ നിന്നും ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കാനും വിശ്വാസം ഊട്ടിയുറപ്പിക്കാനും സാധിച്ചു എന്നുള്ള അനുഭവ സാക്ഷ്യത്തെ ഞാൻ മുൻനിർത്തുകയാണ്. അതുകൊണ്ട് മതം പഠിക്കാനും നിങ്ങൾ വിശ്വാസം മെച്ചപ്പെടുത്താനും നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനും വേണ്ടിയിട്ട് എൻ്റെ ചാനൽ കൂടുതൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ്.